പോലും ഈ വിനീതനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പള്ളിയിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അലസത കാരണം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകാറില്ല. പക്ഷേ ഈ കാസറ്റ് കേട്ടപ്പോൾ അതിൽ പോകാൻ താല്പര്യമുണ്ടായി. ഗൾഫിൽ നിൽക്കുന്ന സഹോദരങ്ങൾ വിളിച്ചു ഈ വിനീതനെ. മസ്കറ്റിൽ നിന്ന് സഹോദരൻ വിളിച്ചു, ഞങ്ങൾ രാത്രി ജോലി കഴിഞ്ഞ് 2 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. സുബഹിക്ക് എഴുന്നേൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി സുബഹി നമസ്കരിച്ചിട്ടാണ് പോകാറുള്ളത്. എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ വിനീതം പറഞ്ഞു, അതിന് ഒരു പരിഹാരവുമില്ല. ജോലിയും ഉറക്കവും കച്ചവടവും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ നമസ്കാരം അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിന് കൃത്യമായ സമയം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഏർപ്പെടുത്തിയ സമയത്ത് തന്നെ നമസ്കാരം നിർബന്ധമായി അനുഷ്ഠിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന് പറയേണ്ടി വന്നു. അത് തന്നെയാണല്ലോ അതിന്റെ മറുപടി. അതല്ലാതെ ഇതിൽ മറ്റു ഒരു എക്സ്ക്യൂസുമില്ല. കല്യാണത്തിന്റെ പേരിലോ ഹോസ്പിറ്റലിൽ പോയി ബൈസ്റ്റാൻഡായി രോഗിക്ക് നിൽക്കുന്നതിന്റെ പേരിലോ യാത്രയുടെ പേരിലോ നമസ്കാരം ഖളാ ആക്കുന്നതിന് ഒരു സബബുകളും ഒരു കാരണവും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുന്നത് ശിഷ്ടജീവിതം, നമുക്ക് മരിക്കുന്നത് വരെ പട്ടിണി കിടക്കാതെ ജീവിക്കണമെന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് ദുനിയാവിൽ നമ്മൾ കച്ചവടവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾക്ക് നമ്മൾ ബന്ധപ്പെടാറുള്ളത്. പക്ഷെ നമസ്കാരം ആഖിറത്തിന്റെ രക്ഷയാണ്, ആഖിറത്തിലേക്കുള്ള വഴിയാണ്, അവിടത്തേക്കുള്ള മുതൽക്കൂട്ടാണ്. ആ നമസ്കാരമില്ലാത്തവർക്ക് ആഖിറത്തിൽ സ്ഥാനമില്ല, സ്വർഗത്തിൽ സ്ഥാനമില്ല. നമസ്കാരമില്ലാതെ ദുനിയാവിൽ നിങ്ങൾ എത്രത്തോളം വാരിക്കോരി കൂട്ടിയാലും ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു സ്ഥാനവും മാനവും അർഹിക്കുന്നവരല്ല. അതുകൊണ്ടാണ് നമസ്കാരത്തെ വളരെ ഗൗരവത്തോടുകൂടി നാം കാണണമെന്ന് പറയുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലൂടെ ആരാണ് വിശ്വാസികൾ, ആരാണ് മതനിഷ്ഠയുള്ളവർ, ആരാണ് മതബോധമുള്ളവർ, ആരാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നു അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ. ആ ഗ്രന്ഥത്തെ വിശ്വസിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത ആണല്ലോ. മുസ്ലിമായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവും കടമയുമാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. കാരണം ലോകത്ത് ഒരേ ഒരു ഗ്രന്ഥം, ഇന്ന് ദൈവിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊന്നിനും സ്ഥാനമില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഗാർ ഹിറായിൽ വിശ്രമിച്ച ഹബീബായ തങ്ങളുടെ മേൽ ഘട്ടം ഘട്ടമായി അവതീർണമായ പരിശുദ്ധ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ വള്ളി പുള്ളി വിവർഗ വിവരണ വ്യത്യാസമന്യേ ഇന്നലകളിലും ഇന്നുകളിലും നാളുകളിലും വർത്തമാന കാലഘട്ടങ്ങളിലും നിലകൊള്ളുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിനെ അംഗീകരിക്കലല്ലാതെ മറ്റു മാർഗം നമുക്കില്ല. ആ ഖുർആനിനെ വിശ്വസിക്കുകയും ആ ഖുർആൻ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ഓഫർ എന്താണ്? അവരുടെ പാപങ്ങളെയെല്ലാം ഞാൻ മാപ്പാക്കുകയും അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ച ഖുർആനിലൂടെ പറയുന്നത്. الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഹമ്മദ്. അല്ലാഹു തആല പറയുകയാണ്, ആരൊരാൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദ്, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേൽ അവതീർണമായ ഗ്രന്ഥത്തെ അംഗീകരിക്കുകയും വഹുവൽ ഹഖ് മിർ റബ്ബിഹിം, അത് തന്റെ നാഥനിൽ നിന്ന് വന്ന സത്യമാണെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കഫറ അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുമത്രേ. വഅസ്ലഹ ബാലഹും, അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുകയും അവരുടെ ഹൃദയത്തെ നന്നാക്കുകയും അവരെ സംശുദ്ധീകരിക്കുകയും അവർക്ക് നാളെ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യും പരിശുദ്ധ ഖുർആൻ. അതിനെ അംഗീകരിക്കുന്നവർ
പരിശുദ്ധ പ്രവാചകന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇതിന്റെ മൂല്യങ്ങളെ ഉൾക്കൊള്ളണമെന്നും ഇതിന്റെ അധ്യായങ്ങളെ അംഗീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് നൽകിയ ഉത്ബോധനത്തിൽ പറയുന്നു. എന്താണ് അല്ലാഹു തആല നബി തങ്ങളോട് കൽപ്പിച്ചത്? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അല്ലാഹു ഹബീബായ തങ്ങളുടെ മേൽ അവതരിപ്പിച്ച നിയമനിർദ്ദേശങ്ങളാണ്, കൽപ്പനകളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്. പരിശുദ്ധ പ്രവാചകന്റെ ഉത്തരവാദിത്വവും ഡ്യൂട്ടിയും എന്തായിരുന്നു? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കൽ, വയൻഹാഹും അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കൽ, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്, നല്ലത് കൽപ്പിക്കൽ. കഴിക്കാനാകട്ടെ കുടിക്കാനാകട്ടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഭവങ്ങൾ അത് ഹലാലായിരിക്കണം. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ഏതൊന്നിനെ കഴിക്കരുത്, ഏതൊന്നിനെ ഉപയോഗിക്കരുത്, ഏതൊന്നിനെ ഭുജിക്കരുത്, ഏതൊന്നിനെ തിന്നരുത്, ഏതൊന്ന് നിങ്ങൾ വിളമ്പരുത് എന്ന് പരിശുദ്ധ പ്രവാചകനിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ويضع عنهم إصرهم والأغلال التي كانت عليهم. അറേബ്യൻ സമുദായം അനാവശ്യവും അന്ധവിശ്വാസവും അനാചാര പ്രവണതകളുമായി കഴിഞ്ഞുകൂടിയപ്പോൾ ഹബീബായ തങ്ങളാണ് അവരിലേക്ക് വെള്ളിവെളിച്ചം പകർന്നു കൊടുത്തത്. ആ ഹബീബായ തങ്ങൾ വരുന്നതിന് മുമ്പ് അവരുടെ കഴുത്തുകളിൽ കെട്ടിയിടപ്പെട്ട ഈ മാലിന്യ കൂമ്പാരങ്ങളെ താഴ്ത്തിവെച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, ഫല്ലദീന ആമനൂ ബിഹി, ഏതൊരാൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുന്നുവോ, ആ പ്രവാചകനെ ആരൊരാളെ ശക്തിപ്പെടുത്തുന്നുവോ, വനസറൂ, ആ പ്രവാചകനെ ആരൊരാൾ സഹായിക്കുന്നുവോ, വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹ്, ആ പ്രവാചകനോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ, ആ വാക്കുകളെ, ആ അധ്യായങ്ങളെ, ആ സൂക്തങ്ങളെ, ആ വചനങ്ങളെ ആരൊരാൾ പിൻപറ്റുന്നുവോ, ആരൊരാൾ അംഗീകരിക്കുന്നുവോ, ആ വിധി പ്രകാരം ജീവിതത്തെ അവർ നയിക്കുന്നുവോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയം കൈവരിച്ചവരാണ്, അവരാണ് വിജയികൾ. അപ്പൊ ഖുർആൻ, ആ ഖുർആനിനെ അംഗീകരിച്ചവർ, ഖുർആനിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ ഉൾക്കൊണ്ടവർ, അവരാണ് വിജയിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ വ്യക്തമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിലൂടെ യഥാർത്ഥ വിശ്വാസികളുടെ, യഥാർത്ഥ മുത്തഖീങ്ങളുടെ, യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ വിശേഷണം എന്താണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നു. ആ വിശേഷണത്തിലൂടെ മുന്നോട്ട് ജീവിതം നയിച്ചാൽ അൽഹംദുലില്ലാഹ് നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയോട് പരിചയപ്പെടുത്തുകയാ. ദാലികൽ കിതാബ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ ദൈവിക ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടാറുണ്ട്. പക്ഷേ അതെല്ലാം കാലഘട്ടങ്ങൾക്കനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ പച്ചയ്ക്ക് പച്ച, കട്ടയ്ക്ക് കട്ട വിളിച്ചു പറയുകയാ, ലാ റൈബ ഫീ,
നിങ്ങൾ സംശയിക്കേണ്ട ഈ ഗ്രന്ഥത്തെ കുറിച്ച് ആർക്കും സംശയമേ വേണ്ട. വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥമാണ്. ഒരു സൃഷ്ടികളുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥമാണ്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസമാധാനം നൽകുന്ന ഗ്രന്ഥമാണ്. നിങ്ങളെ സത്സരണിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. സന്മാർഗ സച്ചരിതരാകാനുള്ള ഉത്ബോധനം നൽകുന്ന ഗ്രന്ഥമത്രേ. അതുകൊണ്ട് നിങ്ങൾക്കതിൽ സംശയം വേണ്ട, സംശയം വേണ്ട. ലാ റൈബ ഫീഹ്, ഒരു സംശയവുമില്ലാത്ത ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഹുദൽ ലിൽ മുത്തഖീൻ. പക്ഷേ ഈ ഗ്രന്ഥം ആരാണ് ഉൾക്കൊള്ളുക, ആരാണ് അംഗീകരിക്കുക, ആരാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കങ്ങളെ നെഞ്ചിലേറ്റി നടക്കുക? അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. കേവലം നാവിന്റെ തുമ്പത്ത് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന കേവലം മുസ്ലിം നാമധാരിയെ കൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളാനോ അതിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിക്കാനോ അവനെ കൊണ്ട് കഴിയുകയില്ല. റേഷൻ കാർഡിലും ഐഡന്റിറ്റി കാർഡിലും പാസ്പോർട്ടിലും മാത്രം മുസ്ലിം. നമസ്കാരത്തിന്റെ സമയത്ത് ഇസ്ലാമുമായി ബന്ധമില്ല, നോമ്പിന്റെ സമയത്ത് ഇസ്ലാമുമായി ബന്ധമില്ല, കല്യാണത്തിനും മരണത്തിനും മാത്രം പള്ളിയുമായി ബന്ധപ്പെടുന്ന കേവലം OBC മുസ്ലിം. ഈ മുസ്ലിമിനെ നോക്കിയല്ല അള്ളാഹു പറഞ്ഞത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിക്കുകയും ആ ഖുർആനിന്റെ അക്ഷരങ്ങളെ അതിന് വിലമതിക്കുകയും അത് അമൂല്യ സമ്പത്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളുണ്ടല്ലോ, ആ മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമത്രേ ഖുർആൻ. നമ്മളതാണല്ലോ ആഗ്രഹിക്കേണ്ടത്. നമ്മളുടെ ആഗ്രഹം അതാണ്. നമ്മളും എത്തിപ്പെടേണ്ടത് അവിടേക്കാണ്, നമ്മളും പോകേണ്ടത് അവിടേക്കാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മരിക്കുക. അവർക്കേ ഉള്ളൂ രക്ഷ, ഇല്ലാത്തവർക്ക് രക്ഷയില്ല. ഹുദൽ ലിൽ മുത്തഖീൻ അല്ലാഹ് എടുത്തു പറഞ്ഞ വാക്കാണ്. പരിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹ്, ഒരു സംശയമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, ഹുദൽ ലിൽ മുസ്ലിമീൻ എന്ന് അല്ലാഹ് പറഞ്ഞില്ല. കാരണം എന്താ? മുത്തഖീങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുള്ളല്ലോ. പരിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിന്റെ വചനമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. ശുദ്ധിയില്ലാതെ, വൃത്തിയില്ലാതെ, അശുദ്ധിയോടുകൂടി ഈ ഖുർആനിൽ നീ തൊട്ടുപോകരുത്. മുത്തഖീങ്ങളാണെ തൊടൂല. തഖ്വയില്ലാത്തവരാണെങ്കിൽ ആ ഖുർആൻ അതേപോലെ എടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കും, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റിവെക്കും. മേശപ്പുറത്തോ കട്ടിലിന്റെ പുറത്തോ ടിവിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ ശല്യാണല്ലോ ഈ ഖുർആൻ, ഇത് ഇവിടെ ഇരുന്നിട്ട് എന്തിനാ ചെയ്യാൻ, ഇതെടുത്ത് അങ്ങോട്ട് തട്ടുംപുറത്തേക്ക് മാറ്റിവെക്കും. ഖുർആനിനോട് താല്പര്യവും സ്നേഹവും ആദരവും ഇല്ലാത്തവർ അങ്ങനെ ചെയ്യും. എടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കുക, ഇങ്ങോട്ട് മാറ്റിവെക്കുക. ഒരദബില്ല, ഒരു മര്യാദയില്ലാതെ. തഖ്വയുള്ളവൻ അങ്ങനെ ചെയ്യില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ. ശുദ്ധിയില്ലാതെ, ഒളിവില്ലാതെ അതിൽ തൊട്ടുപോകരുതെന്ന് പടച്ചവന്റെ താക്കീതാണ്. കാരണം എന്താണ്? മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ കേവലം ഒരു ലേഖനമല്ല, കേവലം ഒരു പാഠപുസ്തകമല്ല, കേവലം ഒരു കഥപുസ്തകമല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ പടച്ച തമ്പുരാന്റെ സന്ദേശമാണ്, അവന്റെ ദിവ്യ സന്ദേശമാണ്. അവനിൽ നിന്നാണ് ഈ ആയത്തുകൾ ഇറങ്ങി വന്നത്. നസല ബിഹിർ റൂഹുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇത് കൊണ്ടുവന്നത്. ആരിലേക്ക്? അലാ ഖൽബിക്, സാധാരണ ഒരു മനുഷ്യന്റെ നെഞ്ചിലേക്കല്ല അല്ലാഹു തആല ജിബ്രീലിലൂടെ ഇതിറക്കി കൊടുത്തത്. ഖുർആനിനെ ഖുർആനായി അംഗീകരിക്കുകയും ഇത് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കുകയും അതിനോട് ഭവ്യതയും അതിനോട് ആദരവുമുള്ള ഹബീബായ മുസ്തഫ തങ്ങളുടെ മേൽ പരിശുദ്ധ ഖുർആൻ ഇതാ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുകയാ. നബിയേ, അങ്ങയുടെ ഹൃദയത്തിന്റെ മേലിതാ പടച്ചവന്റെ വചസ്സുകൾ, അവന്റെ വചനങ്ങളെ ജിബ്രീലും കൊണ്ടിറങ്ങുകയാ. ലിതകൂന മിനൽ മുൻദിരീൻ,
ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ, ഉറങ്ങിക്കിടക്കുന്ന മാനവ സമൂഹത്തെ അവർക്ക് നല്ല ഉത്ബോധനം നൽകിക്കൊണ്ട്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, സത്യത്തിന്റെ വഴിയിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, താക്കീതുകാരനാകുന്നതിന് വേണ്ടി യാ ഹബീബല്ലാഹ് അങ്ങയുടെ മേലിറക്കിയ ഗ്രന്ഥം അത്രേ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ, അതാണ് ഖുർആൻ. അതല്ലാതെ ചുമ്മാ കണ്ടെടുത്ത് അങ്ങോട്ട് നീക്കുകയും ഇങ്ങോട്ട് നീക്കുകയും, അയൽക്കാരിക്കും എടുക്കാം, നിഫാസുകാരിക്കും എടുക്കാം, ജനാപത്തുകാരനും എടുക്കാം, ആർക്കും എടുക്കാം. ചിലർക്ക് ഒതു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി അങ്ങോട്ട് മാറ്റി വെക്കും ഖുർആൻ. ഒതു കൊടുക്കാൻ ബുദ്ധിമുട്ട്, കാരണം ഒതുവില്ലല്ലോ, അപ്പൊ തൊടാൻ പാടില്ലല്ലോ, അപ്പൊ കൊണ്ടൊരു കമ്പ് എടുക്കും, കുത്തി വെക്കും. ഒരു ഓടയിൽ അഴുക്കുകൾ അടിഞ്ഞു കൂടുമ്പോൾ അത് കുത്തി വിടുന്നത് പോലെ ഖുർആനിനോടുള്ള ഒരു സ്നേഹം കണ്ടില്ലേ, കമ്പോട്ട് കുത്തി മാറ്റുക. ഒന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധ ഖുർആനോട് നമുക്ക് മഹത്വം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടങ്ങേറലായി പോണത്. അതുകൊണ്ടാണ് അല്ലാഹ് തുടക്കത്തിലേ പറഞ്ഞത് ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗ ഗ്രന്ഥമാണിത്. ആരാ മുത്തഖീങ്ങൾ? ആരാണ് അവർ? മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും വിചാരിക്കും വലിയ തലയെക്കെട്ടും താടിയൊക്കെ വെച്ച് ഇങ്ങനെ കുനിഞ്ഞ് ദിക്റുചൊല്ലി നടക്കുന്ന ആൾ മാത്രമാണ് മുത്തഖീങ്ങൾ. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. അല്ലാഹു തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന الصലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കുന്നവർ. ഖബറുണ്ട്, ബർസഖിയായ ജീവിതമുണ്ട്, മഹ്ശറുണ്ട്, അല്ലാഹ് ഉണ്ട്, മലക്കുകളുണ്ട്, നാളെ നരകമുണ്ട്, സ്വർഗ്ഗമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ വിശ്വസിക്കണം. നമ്മൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, ഒന്നും കണ്ടിട്ടല്ലല്ലോ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ അദൃശ്യത്തിൽ ഇങ്ങനെ മഹ്ശറയുണ്ട്, ആഖിറയുണ്ട്, ഖബറുണ്ട്, ശിക്ഷയുണ്ട്, മലക്കുകളുണ്ട്, ചോദ്യമുണ്ട്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ കൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. വയുഖീമൂന الصലാഹ, നമസ്കാരം നിലനിർത്തുന്നവരാണ്, നമസ്കാരമുള്ളവരാണ്, നമസ്കാരവുമായി ബന്ധപ്പെട്ടവരാണ്, ആ സന്മാർഗം പ്രാപിച്ചവർ അവരാണവർ. അവർക്കാണ് അദൃശ്യത്തിൽ ഒരു പേടി, അള്ളാഹയെ കുറിച്ചൊരു പേടി. പടച്ചവനെ നാളെ കണ്ണടഞ്ഞു പോകും. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കറണ്ടടിച്ച് മരിച്ചു പോകും, ഇടിവെട്ടി വീണ് മരിച്ചു പോകും, വണ്ടി ഇടിച്ചു മരിക്കും, വെള്ളത്തിൽ വീണ് മരിക്കും, അറ്റാക്ക് വന്ന് മരിക്കും, ക്യാൻസർ വന്ന് മരിക്കും. നഊദുബില്ലാ, അല്ലാഹ് ഇതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മരണം നമ്മുടെ മുന്നിൽ സുനിശ്ചിതമാണ്, പക്ഷേ അനിശ്ചിതമാണ്. എന്നാണെന്നറിയില്ല, അത് സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആഖിറത്തെ ഭയന്നുകൊണ്ട് വിശ്വാസം നിലനിർത്തി പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലൂടെ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകളെയും അവൻ പറഞ്ഞ കൽപ്പനകളെയും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, അവരുടെ ഉത്തരവാദിത്തം എന്താണ്? വയുഖീമൂന الصലാഹ, നമസ്കാരം നിലനിർത്തുക. അത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞ വാക്കാണ് മുഅ്മിനീങ്ങളെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെയും മുഅ്മിനീങ്ങളെയും മുസ്ലിമീങ്ങളെയും വിളിച്ചിട്ട് കുറെ ഉപദേശങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ആരും കേവലം വെറുതെ നമസ്കരിക്കണ്ട. അള്ളാഹുവുമായി വെറുതെ നിങ്ങൾ ബന്ധപ്പെടണ്ട. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെലുത്തണം. കേവലം ഒരു സൃഷ്ടി, ഒരു മനുഷ്യൻ നമ്മൾക്കൊരു അനുഗ്രഹം ചെയ്താൽ നമ്മൾ അവരോട് താങ്ക്സ് എന്ന് പറയും, നന്ദിയുണ്ട് സഹോദര എന്ന് പറയും. ഈ ചുറ്റുമൂല ജംഗ്ഷനിൽ നിന്ന് ഒരാൾ ഒരു ബൈക്കിൽ കയറ്റി ലിഫ്റ്റ് എന്ന് നേരെ കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ കൊണ്ടുവിട്ടാൽ നമ്മൾ അവനോട് പറയും, ചേട്ടാ നന്ദിയുണ്ട് ചേട്ടാ എന്ന് പറയും, താങ്ക്സ് എന്ന് പറയും. ഒരാൾ ഒരു സഹായം ചെയ്താൽ നന്ദിയുണ്ട് സാറേ എന്ന് പറയും, താങ്ക്സ് എന്ന് പറയും. ഇത് സൃഷ്ടികളോട് ചെയ്യുന്ന മര്യാദയാണ്. പക്ഷെ സ്രഷ്ടാവ് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ആ ഗുണങ്ങൾക്ക് ബദലായി നിങ്ങൾ എനിക്ക് എന്താണ് ചെയ്യുന്നത്? അതിന് മറുപടി നിങ്ങൾ കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു, ഒരുപാട് അനുഗ്രഹങ്ങൾ. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമല്ലാതിരുന്ന നമ്മളെ അള്ളാഹു ഈ ബൃഹത്തായ ലോകത്തേക്ക് കണ്ണും മൂക്കും കാതും സൗന്ദര്യവുമുള്ള മനുഷ്യനാക്കി ഈ ലോകത്തേക്ക് അള്ളാഹു നമ്മളെ അയച്ചില്ലേ? അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം.
വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. അല്ലാഹു ഉമ്മാന്റെ ഉദരഗഹ്വരത്തിൽ നിന്ന് നിങ്ങളെ ഈ ബൃഹത്തായ ലോകത്തേക്ക് കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ലാ തഅലമൂന ശൈആ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും അറിയില്ലായിരുന്നു. മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഓണാക്കേണ്ടത്, എങ്ങനെയാണ് ഓഫാക്കേണ്ടത്, എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ മൗസ് അമർത്തേണ്ടത്, എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ കീപാഡിലൂടെ വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇയർഫോൺ വെക്കുക, എങ്ങനെയാണ് ഹെഡ്ഫോൺ വെക്കുക, ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ വിവരമുള്ളവരാണെങ്കിൽ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഈ ബൃഹത്തായ ലോകത്തേക്ക് വന്നപ്പോ ലാ തഅലമൂന ശൈആ, ഒരു വസ്തുവും നിനക്കറിവില്ലായിരുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ. അവൻ നിനക്ക് കാത് തന്നില്ലേ, അവൻ നിനക്ക് കണ്ണ് തന്നില്ലേ? അവന്റെ അവൻ തന്ന കാതിലൂടെ കേവലം സിനിമ പാട്ടുകൾ കേട്ട് രസിക്കാനല്ല അവൻ നൽകിയ കാത്. ആ കാതിലൂടെ അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും അതിനോട് അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി മാറുകയും വേണം. ഇതിനാണ് കാത് തന്നത്. പക്ഷേ നമ്മുടെ കാതുകൾക്കുള്ളിൽ എന്തോ ചെറിയ 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 ഉപകരണങ്ങൾ തിരികെ കയറ്റിക്കൊണ്ട് പാട്ടുകൾ കേട്ട് രസിക്കുന്നു. ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ, യാത്ര ചെയ്യുന്ന യാത്രികൻ, വീട്ടിൽ കിടന്നുറങ്ങുന്ന സഹോദരൻ, അവന്റെ ടൈം പാസിന് അവൻ ചെയ്യുന്ന ജോലിയാണിത്. പക്ഷേ സഹോദര, ഈ കാതിനെ കുറിച്ച് അള്ളാന്റെ അടുക്കൽ നാളെ ചോദ്യമുണ്ടാകും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസൂലാ. സിനിമ കാണുന്ന കണ്ണുണ്ടല്ലോ, സ്ത്രീകളുടെ അംഗലാവണ്യം ഒപ്പിയെടുക്കുന്ന കണ്ണുണ്ടല്ലോ, പട്ടുറുമാല് കാണുന്ന കണ്ണുണ്ടല്ലോ, പാതിരാത്രി ഇരുന്ന് ഏതോ പാശ്ചാത്യ നാട്ടിലുള്ള പെണ്ണുമായി നിങ്ങൾ ഇന്റർനെറ്റുമായി ബന്ധപ്പെടുമ്പോൾ ആ കണ്ണ് കണ്ട് രസിക്കുന്നുണ്ടല്ലോ. ഈ കണ്ണ് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പറയുമത്രേ, പടച്ചവനെ ഞാൻ ഇന്നത് കണ്ടു അല്ലാ. വൽ ബസറ വൽ ഫുആദ, ആ ഹൃദയം പറയുമത്രേ, അവളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കിടന്നു റബ്ബേ, വർഷങ്ങളോളം ചിന്തിച്ചു. പക്ഷേ എനിക്ക് അവളെ ആവാഹിക്കാൻ കഴിഞ്ഞില്ല, അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല, അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി, ഞാനോ രോഗിയായി മരണപ്പെട്ടു പോയി. എന്റെ ചിന്തയല്ലാതെ എനിക്ക് മറ്റു മാർഗമൊന്നുമില്ലാതിരുന്നു അല്ലാ. വൽ ഫുആദ, ഹൃദയത്തെ കുറിച്ചും നാളെ ചോദ്യമുണ്ടാകും, കണ്ണിനെ കുറിച്ചും നാളെ ചോദ്യമുണ്ടാകും, കാതിനെ കുറിച്ചും നാളെ ചോദ്യമുണ്ടാകും. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മറുപടി പറയണം. എത്ര സമയം കാത് ചെലവഴി ചെയ്തു, എത്ര സമയം കണ്ണ്. നീ ഒന്നും പറയണ്ട, നിന്നെ അള്ളാഹ് അങ്ങോട്ട് പൂട്ടും, ബന്ദ് ചെയ്യും അല്ല. കാരണം നിന്റെ നാവ് തുറന്ന കള്ളവേ പറയത്തുള്ളൂ. അങ്ങനെയാണല്ലോ. പണ്ടൊരാള് മരണപ്പെട്ട് കബർ കൊണ്ട് അടക്കി മയ്യത്ത് വെച്ച് ചോദ്യം ചോദിക്കാൻ മലക്കൾ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പൊ രണ്ടുപേരും ചോദിച്ചിട്ട് പോയതുള്ളൂ, അതിനിടയ്ക്ക് നിങ്ങളും കൂടെ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ മലക്കുകൾ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞങ്ങളാണല്ലോ മുൻകരണക്കര് ചോദിക്കുന്നതിന്, അതിനപ്പുറത്ത് വേറൊരാളെ ഉടനെ ഫോൺ അള്ളാഹുമായിട്ട് വന്നു. അള്ളാഹ് ഇങ്ങനെ ഒരു ശൈത്താനാണ് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. ഇവൻ പറഞ്ഞ് നേരത്തെ അവൻ ജീവിതത്തിൽ അവൻ സത്യം പറഞ്ഞിട്ടേ ഇല്ല. അവൻ ജീവിതത്തിൽ അവൻ സത്യം പറഞ്ഞിട്ടേ ഇല്ല. അവൻ വലിയ കള്ളനാ, കൊടുത്തേരം ഇനി ചോദ്യമൊന്നും ചോദിക്കണ്ട, തട്ടിക്കൊള്ളാൻ പറയും. വേറെ പരിഹാരം ഒന്നുമില്ല എന്ന് പറയുന്നില്ല. വാ തുറന്നാ കള്ളം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ഇന്നേ ദിവസം നിന്റെ നാവിന് ഇവിടെ വോയിസില്ല, സംസാര ശക്തിയില്ല, അതിന് ത്രാണിയില്ല, അത് സംസാരിക്കുകയില്ല സഹോദരാ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ നാവുകളെ നാം ബന്ദ് ചെയ്തു കളയും, അവരുടെ നാവുകളെ നാം പൂട്ടിക്കളയും, നാം മുദ്ര വെച്ചു കളയും. പിന്നെ എന്താ സംസാരിക്കുക? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, സ്റ്റാപ്ലർ അടിച്ച് പിന്നെ സംസാരിക്കും. കൈ സംസാരിക്കാൻ പറ്റും. വതുകല്ലിമുനാ ഐദീഹിം,
കൈകൾ സംസാരിക്കും. അല്ലാഹുവേ, ഇന്ന ചിപ്പ് അതിൽ നിന്നും മാറ്റി ഇന്നതിലേക്ക് അങ്ങോട്ട് കൊളുത്തിയിട്ട് ഞാൻ ഈ കൈ കൊണ്ട് തന്നെ കണ്ടു റബ്ബേ, അതിന് എന്റെ ഈ വിരലുകളാണ് ഉപയോഗിച്ചത്, ഇന്ന മൗസ് ക്ലിക്ക് ചെയ്തത്, ഇന്ന കമ്പ്യൂട്ടറിലൂടെ ചലിപ്പിച്ചത്, ഇന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടത്, ഇന്ന പെണ്ണുമായി കൈക്ക് പിടിച്ചു പോയത്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ കൈകളാണ്, ഈ വിരലുകളാണ് തമ്പുരാനെ. അവരുടെ കൈകൾ തന്നെ പറയുമത്രേ, നീ ഒന്നും സംസാരിക്കണ്ട, നമ്മളൊന്നും പറയണ്ട, എല്ലാം പറഞ്ഞോളൂ. എവിടൊക്കെ മൗസ് നെക്കിയിട്ടുണ്ട്, എവിടൊക്കെ പോയി നെക്കിയിട്ടുണ്ട്, ആരെയൊക്കെ പിടിച്ചിട്ടുണ്ട്, എല്ലാം അത് തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ, സംഭവം അങ്ങ് പറഞ്ഞോളൂ. ഇന്ന് മൂഹരും ബദരും ഒക്കെ അവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതിലൂടെ അവർക്കത് മനസ്സിലാവില്ല, ആ ഇഷാറയിലൂടെ, ആ സൂചനയിലൂടെ. അതേപോലെ നാളെ ആഖിറത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ. അല്ലാഹ് കാക്കട്ടെ പടച്ച റബ്ബേ, ഇതൊക്കെ നമുക്കെതിരാകും, ഈ വിരലുകളെല്ലാം നമുക്കെതിരാകും, കൈകളെല്ലാം നമുക്കെതിരാകും. സൂക്ഷിച്ചോളൂ. ഖുർആന മയ്യത്തെടുത്ത് വെച്ചിട്ട് യാസീൻ ഓതാറുണ്ടല്ലോ, ആ യാസീൻ അല്ല ഈ യാനി ഓതുന്നത്, അതാണ് ആ യാസീനെ തന്നെ അല്ലാഹ് ഉൾക്കൊള്ളിച്ചത്. നീ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഓതുന്നത് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മയ്യത്ത് പൊതിയുമ്പോ ഓതാൻ തുടങ്ങുമല്ലോ, പക്ഷേ ആ മയ്യത്ത് കേൾക്കുന്നു, ഞാൻ നാളെ സാക്ഷ്യം പറയാൻ പോവുകയാ. എന്റെ കൈകൾ ചെയ്ത, എന്റെ കാലുകൾ ചെയ്ത, എന്റെ കണ്ണുകൾ കണ്ട, എന്റെ കാതുകൾ കേട്ട, എന്റെ ഹൃദയം ചിന്തിച്ച, എന്റെ ഓരോ അവയവങ്ങളും ഏതെല്ലാം ഹറാമുമായി ഞാൻ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്ന് ആ മയ്യത്തിനെ നമ്മൾ ഒന്നുകൂടെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അർത്ഥം മനസ്സിലാകുന്നില്ല. എല്ലാവരും ഓതും, മയ്യത്തൊക്കെ എടുത്തു വെച്ച് ഭയങ്കരമായിട്ട് ഓതും, ഖബറിന്റെ അടുക്കലും പോയിരുന്നു ഓതും. പക്ഷെ അർത്ഥം അറിയില്ലല്ലോ, ഓതുന്നവർക്ക് പോലും അറിയില്ല. ഓതുന്ന വലിയ കൈ കൊണ്ട് ചെയ്തിട്ടായിരിക്കും വന്നിരുന്ന് ഓതുന്നത്. കൈകൊണ്ട് വലിയ പാപം ചെയ്തിട്ട്, കാലുകൊണ്ട് വലിയ പാപം ചെയ്തിട്ടാ വന്നിരുന്ന് ഓതുക. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. കാല് പാതിരാത്രി പതുക്കെ, കറണ്ടില്ലാത്ത സമയത്ത്, അപ്പയില്ലാത്ത സമയത്ത്, അമ്മ ഇല്ലാത്ത സമയത്ത് ബൈക്ക് കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ട് അതിലേക്കൂടെ നടന്ന്, ഇതിലേക്കൂടെ നടന്ന്, പള്ളിപ്പറമ്പിലൂടെ നടന്ന്, വീട്ടിന്റെ പരിയമ്പുറത്തൂടെ നടന്ന്, അങ്ങനെ കയറി അവിടെ പോയി ഇവിടെ പോയി, കാല് തന്നെ അങ്ങ് പറഞ്ഞോളൂ, നീ ഒന്നും പറയണ്ട. ആ കാലുകൾ മറുപടി പറയുമത്രേ, കാലുകൾ സാക്ഷ്യം പറയുമത്രേ. ബിമാ കാനൂ യക്സിബൂൻ. സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ ബാഗം തോളത്തിൽ തൂക്കിയിട്ട് പോകുന്ന നാരിമാരെ, നീ പോകുന്ന വഴി എവിടെയാണെന്ന് അല്ലാഹു കാണുന്നുണ്ട്. പക്ഷേ നിന്നെ സാക്ഷ്യപ്പെടുത്താൻ ആ കാല് തന്നെ വിളിച്ചു പറയുമത്രേ, ഞാൻ ഇന്നവനോടൊപ്പം ഇന്ന ബൈക്കിൽ കയറി ഇന്ന സ്ഥലത്ത് പോയി അറുമാദിച്ചിട്ട് വന്നതാണ് അല്ലാഹ്. ഞാൻ കരുനാഗപ്പള്ളിയിൽ ഇറങ്ങിയപ്പോ എന്റെ ബാഗിൽ ഞാൻ ചുരുട്ടി വെച്ച ആ ഷാൾ എടുത്ത് വീണ്ടും ധരിച്ച് യഥാർത്ഥ ആമിന ബീവിയായി വീട്ടിലേക്ക് വന്നു. അവിടം വരെ പോയപ്പോ ആമിന ബീവി, തിരിച്ചു വന്നപ്പോഴും ആമിന ബീവി. അത് കഴിഞ്ഞ് അങ്ങോട്ട് ത്രേസ്യാമ. അവിടുന്ന് അങ്ങോട്ട് ത്രേസ്യാമ. അറിയില്ലല്ലോ, പിന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റൂലല്ലോ, എന്ത് ചെയ്യാൻ പറ്റൂ? നാളെ പറയൂ ഈ കാല് എവിടെ പോയെന്ന്, എവിടെയൊക്കെ ചവിട്ടിയെന്ന്, ആരൊക്കെ ആ കാലിൽ തൊട്ടിട്ടുണ്ട്, തടയിട്ടുണ്ട്, ഇതെല്ലാം നാളെ കാല് തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ, നീ ഒന്നും പറയണ്ട. എല്ലാം വിരലും കയ്യും കാലും ഒക്കെ പറയുമ്പോഴേ, എടാ കയ്യേ, എടാ കാലേ, എടാ രോമങ്ങളെ, നീ എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞു കളഞ്ഞല്ലോ. നീ എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ കൂടെ നടന്ന് തിന്നിട്ട്, എൻ്റെ കൂടെ നടന്ന് പിടിച്ചിട്ട്, എൻ്റെ കൂടെ നടന്ന് കുപ്പി പൊട്ടിച്ചിട്ട്, എൻ്റെ കൂടെ നടന്ന് തൊഴിച്ചിട്ട്, എൻ്റെ കൂടെ നടന്നിട്ട് അത് ഇതെല്ലാം ചെയ്തിട്ട് നീ എനിക്കെതിരെ നീ തിരിഞ്ഞു നിന്ന് കളഞ്ഞല്ലോ എന്ന് ഈ സ്റ്റാപ്ലർ എടുക്കുമ്പോൾ ആദ്യം ചൂടാവുന്ന കൈയോടാ, നമ്മൾ ചൂടാവുന്ന കൈകളോടാ, വിരലുകളോട് ചോദിക്കും, എന്തിനാണ് നീ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം പറഞ്ഞത്? ഉടനെ അവര് പറയും, ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഖാലൂ അൻതഖന അല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ, അൻതഖന അല്ലാഹ്,
ഞങ്ങളല്ല പറഞ്ഞത് അല്ലാഹു ഞങ്ങളെ കൊണ്ട് പറയിച്ചതാ. അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെ സംസാരിപ്പിക്കാൻ കഴിവുള്ള പടച്ച തമ്പുരാൻ ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചു പോയി. ഞങ്ങൾക്ക് കളവ് പറയാൻ അറിയില്ല. അതുകൊണ്ട് നീ ചെയ്ത ഓരോ പാതകങ്ങളും ഞങ്ങൾ റബ്ബിനോട് തുറന്നു പറഞ്ഞു. അത്രേ ഞങ്ങൾ ചെയ്തുള്ളൂ. ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അള്ളാഹു ചെയ്തതൊക്കെ അള്ളാഹുടെ ഞാൻ പറഞ്ഞു, അല്ല വേറെ ഒന്നുമില്ല. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم. അറിയില്ലായിരുന്നു നിന്റെ കണ്ണുകളും നിന്റെ കാതുകളും നിന്റെ കാലുകളും നിന്റെ അവയവങ്ങളും നിനക്കെതിരെ നാളെ അള്ളാന്റെ അടുക്കൽ സാക്ഷ്യം പറയുമെന്ന് നീ മറന്നുപോയോ? അതുകൊണ്ട് എന്തേ നീ അന്ന് ഒളിപ്പിച്ചു വെക്കാഞ്ഞത്, എന്തേ നീ ആ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാഞ്ഞത് എന്ന് ഈ അവയവങ്ങൾ തന്നെ തന്നോട് ചോദിക്കുമത്രേ. സ്വന്തത്തോട് ചോദിക്കുക, എന്താ നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാഞ്ഞത്? ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ, ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾ എന്ത് ചെയ്യാൻ? അള്ളാഹുവിൻ്റെ തീരുമാനം. അവൻ എന്നെ സംസാരിക്കാൻ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നില്ല. അന്തഖനല്ലാഹു അല്ലദീ അന്തഖ കുല്ല ശൈ. എല്ലാം പറയും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നുമില്ലാത്തവരായ നിങ്ങളെ അള്ളാഹു ഈ ബൃഹത്തായ ലോകത്തേക്ക് കഴിവുള്ളവരാക്കി അള്ളാഹു നിങ്ങളെ ഈ ദുനിയാവിലേക്ക് അയച്ചു. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. ഒരു വസ്തുവല്ലായിരുന്നു നിങ്ങളെ കുറിച്ച് ചർച്ച പോലും ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ ഞാൻ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു. എന്തിന്? ഈ ഇരിക്കുന്ന നിങ്ങളും ഈ പ്രസംഗിക്കുന്ന ഞാനും എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? إنا خلقنا الإنسان من نطفة أمشاج. മിശ്രഗണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു. എന്തിന്? അല്ലാഹു തന്നെ മറുപടി പറയട്ടെ. നബ്തലി, അവനെ നാം പരീക്ഷിക്കാൻ. നിങ്ങളെയും എന്നെയൊക്കെ പരീക്ഷിക്കാനാ പോലും അല്ലാഹ് ഇങ്ങോട്ട് അയച്ചത്. അല്ലാഹ് പറയാ പരീക്ഷിക്കാൻ. നബ്തലി, ആ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഞാൻ അവന് കണ്ണ് നൽകി, ഞാൻ അവന് കാത് നൽകി. ആ കാത് കൊണ്ടും ആ കണ്ണുകൊണ്ടും അവൻ എന്താണ് ചെയ്തു കൂട്ടിയത് എന്ന് നാം അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയത്രേ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പടച്ചവൻ പറയുകയാണ്, ഏ വിശ്വാസികളെ, ഏ മുസ്ലിമീങ്ങളെ, ഏ യുവാക്കളെ, ഏ യുവതികളെ, ഖുർആനിലേക്ക് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങണേ. ഈ നൈമിഷികമായ ജീവിതം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകും. അതിനൊരു തിരശീല വീഴും. നാളെ ആഖിറമാണ് വിശാലത. അതാണ് അനശ്വരമായ ഭവനം. അതാണ് കാലാകാലം ജീവിതം നമുക്ക് വാഗ്ദാനം നൽകുന്ന ഭവനം. അതുകൊണ്ട് ആ ഭവനത്തിന് വേണ്ടി അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നതൊന്ന് കേൾക്കണേ. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ വസ്തുക്കളോടും കഴിവുമുള്ള തമ്പുരാൻ, സകലമാന വസ്തുക്കളെ സൃഷ്ടിക്കാൻ കഴിവുള്ള തമ്പുരാൻ, സകലമാന വസ്തുക്കളോടും ആധിപത്യമുള്ള തമ്പുരാൻ, സകലമാന ശക്തികളുടെ മേലും അതീശാധികാരിയായ തമ്പുരാൻ. അവൻ പരിശുദ്ധനാണ്, അവൻ ശ്രേഷ്ഠനാണ്, അവൻ ഉത്കൃഷ്ടനാണ്, അവൻ വിശിഷ്ടനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഏത് തമ്പുരാനാണ് അവൻ? അവനാണ് മനുഷ്യനെ ജീവിപ്പിച്ചത്, അവനാണ് മനുഷ്യന് ജന്മം നൽകിയത്, മനുഷ്യനെ ഉദ്ധരിക്കുന്നത് അവനാണ്, അവർക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ്, അവർക്ക് മഴ നൽകുന്നത് അവനാണ്, അവർക്ക് വായു നൽകുന്നത് അവനാണ്. അവസാനം ആ വായുവും ഭക്ഷണവും പാനീയവും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ചേതനയറ്റ ശരീരമായി കേവലം ആരോടും സംസാരിക്കാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് എന്നേ
എന്നേക്കുമായി വിട പറയുന്ന മരണം അവരിലേക്ക് ആസന്നമാക്കുന്നതും ആ തമ്പുരാനത്രേ. എന്തിനാണ് ജീവിതവും എന്തിനാണ് മരണവും നിങ്ങൾക്ക് നൽകിയത്? അല്ലാഹു തന്നെ പറയുകയാണ്, ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. ആ മരണത്തിലൂടെയും ആ ജീവിതത്തിലൂടെയും ആരാണ് നല്ലതുപോലെ പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് അനുകൂലമായി അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് പടച്ച തമ്പുരാൻ. നമ്മൾ വിചാരിച്ച് ജീവിക്കാൻ സിനിമ കാണാനും ബട്ടർമാല് കാണാനും ലൈൻ അടിക്കാനും അടിച്ചു പൊളിച്ച് അടക്കാനും അർമാദിക്കാനും ഒക്കെ ജീവിതം തന്നെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അതനുസരിച്ചല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ഫ്രണ്ട് ഇരുന്നിട്ടും പള്ളി കയറാത്തതിന് കാരണം എന്താ? അതൊക്കെ മുസ്ലിയാക്കന്മാരൊക്കെ പറയൂടെ, എന്തായാലും ഒരു ദിവസം മരിക്കും, ഇടി എന്തായാലും ഉറപ്പാ, 2 ഇടിയോടെ കൂടുതൽ കിട്ടും, അത്രയല്ലേ ഉള്ളൂ. നിസ്സാരത. എന്ത് നിസ്സാരത? ശിക്ഷയോട്, അള്ളാന്റെ ശിക്ഷയോട് എന്ത് നിസ്സാരത? ഖബറിനോട് എന്താ പേടി? കേവലം ഒരു രാജവെമ്പാല കണ്ട അവൻ ഇവിടുന്ന് വാണം വിട്ടുകൊണ്ടോടും. ഇതുപോലെ വലിയ സാധനം അതിനകത്ത് വരാൻ പോണത്, വലിയ സാധനം, ഭയങ്കരമായ സാധനം വരാൻ പോണത്, 1 മാസം വഴി ദൂരമുള്ള സാധനം. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മുടെ മനുഷ്യനെ കൊണ്ട് എന്തിനു കഴിവുണ്ട്? വല്ലതിനും കഴിവുണ്ടോ? ഒരു പാമ്പിനെ കണ്ടാൽ പേടിച്ചു വന്നു, പേപ്പട്ടി കണ്ടാൽ പേടിച്ചു വന്നു. കൊതുകിനെ പേടിക്കുന്ന മനുഷ്യൻ, കൊതുകിനെ പേടിക്കുന്നവരല്ലേ? കൊതുകിനെ പേടിച്ചിട്ട് വലിയ വലിയ വീട് വെച്ചിട്ട് 80 രൂപയുടെ കൊതുക് വല എന്തിനാ വാങ്ങിച്ച് അവൻ്റെ വീടിൻ്റെ മുമ്മറപ്പടി ഇടുകയും അവൻ്റെ ബെഡ്റൂമിൽ വിരിക്കുകയും ചെയ്യണം? എന്തിനാ? എടാ, എത്രയോ നല്ല ഗൾഫിൽ നിന്ന് വലിയ പട്ടുമത്തയും വലിയ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് ഇവിടെ വന്നിട്ട് കൊതുകിനെ പേടിച്ചിട്ട് 80 രൂപയുടെ കൊതുക് വല. നാണമില്ല മനുഷ്യ നിനക്ക്? കൊതുവിനെ നീ എന്തിനു പേടിക്കണം? നീ വലിയ മനുഷ്യനല്ലേ, നീ എന്തിനു കൊതുവിനെ പേടിക്കണം? പുലിയെ പേടിക്കുന്നു, എന്തിനു നീ പുലിയെ പേടിക്കുന്നു? എന്തിനു നീ ആനയെ പേടിക്കുന്നു? എന്തിനു നീ മൃഗങ്ങളെ പേടിക്കുന്നു? എന്തിനു നീ ഉദരജീവികളെ പേടിക്കുന്നു? മനുഷ്യ, നീ എന്തിനു പേടിക്കുന്നു? അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാ വസ്തുക്കളും നിന്നെ പേടിക്കും. അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാ വസ്തുക്കളും നിന്നെ പേടിക്കും. പക്ഷെ നമുക്ക് അള്ളാഹയെ പേടിയില്ലാത്തതുകൊണ്ടാണ് വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് പേടി വരുന്നത്. അള്ളാഹുവിനെ പേടിയില്ലാത്ത. അപ്പൊ അള്ളാഹ് എന്തിനാ സൃഷ്ടിച്ചത് നമ്മളെ? പരീക്ഷിക്കാൻ. ഓർത്തോ, പരീക്ഷിക്കാൻ. ഈ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോ, ഇപ്പോ 1ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച അധ്യാപകനാണ് ഒരു കുട്ടിയുടെ പരീക്ഷ നിയന്ത്രിക്കുന്നത്. പല കുട്ടികളും വന്ന് പരീക്ഷ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോ ഈ സാറിന്റെ അധ്യാപകന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ എഴുതുന്നത് തെറ്റാണ്. 5 5 11 എഴുതി വെക്കുന്നു. സാർ ഇങ്ങനെ നോക്കി പോവുക. 5 5 11 എന്തായാലും പറയാൻ പറ്റുമോ സാറിന്? എടാ, മാറ്റി എഴുതടാ, തിരിച്ചെഴുതടാ, പറയാൻ പറ്റുമോ? പരീക്ഷാ ഹാളിൽ പറയാൻ പറ്റുമോ? സാറ് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി തെറ്റാണ് എഴുതി വെക്കുന്നത്, സാറിന് അറിയാം. നോക്കിയിട്ട് സാറ് നോക്കുമ്പോൾ തെറ്റാണ് നീ എഴുതുന്നത്, പക്ഷെ സാറിന് പറയാൻ പറ്റുമോ? നീ തിരുത്ത്, പിന്നെ വേണമെങ്കിൽ ചെയ്യാം, നോക്ക്, നല്ല വൃത്തിയായിട്ടൊക്കെ ശ്രദ്ധിച്ചൊക്കെ എഴുതി, ധൃതി പിടിക്കണ്ട എന്നൊക്കെ ഒന്ന് പറയാം എന്നുള്ളതല്ലാതെ അത് അള്ളാഹും പറയുന്നുണ്ട്, റസൂലും പറയുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ, ധൃതി പിടിക്കല്ലേ, ഇടങ്ങേറലാവല്ലേ, ശ്രദ്ധിച്ചോണേ എന്ന് അള്ളാഹും പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ദൂതൻ വന്നിട്ടില്ല, ഒരു താക്കീതുകാരൻ വന്നിട്ടില്ല, സൂക്ഷിക്കണം എന്ന് അള്ളാഹും റസൂലും പറയുന്നുണ്ടല്ലോ. ഇതേപോലെ അധ്യാപകനും പറയും, നിങ്ങൾ ധൃതി പിടിക്കരുത്, സൂക്ഷിച്ചെഴുത് എന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞു കൊടുക്കൂല, ഉത്തരം പറഞ്ഞു കൊടുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പടച്ചവൻ, വീക്ഷിച്ചുകൊണ്ടിരിക്കുക പടച്ചവൻ. പടച്ചതമ്പരം കണ്ണടക്കിയാണ്, മിണ്ടൂല. ഇപ്പോ വാ, അങ്ങ് വാ. യാ അയ്യുഹല്ലദീന ആമനൂ ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب. എന്തേ അല്ലാഹ് മിണ്ടാത്തത്? സിനിമ കാണുമ്പോഴും വ്യഭിചരിക്കുമ്പോഴും കള്ളു കുടിക്കുമ്പോഴും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുമ്പോഴും പെണ്ണുങ്ങളെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുമ്പോഴും അവരുമായിട്ട് അതിനടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്റർനെറ്റിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്തേ അല്ലാഹ് ഒന്നും മിണ്ടാത്തത്? ഇതൊക്കെ നിന്റെ മുന്നിൽ ഞാൻ തന്നിരിക്കുന്നത് ഇതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്
ലൈറ്റ് അണയ്ക്കുമ്പോൾ, ആരുമില്ലാത്തപ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നെ ആരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ നാം ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിലിട്ട് പരീക്ഷിക്കുന്നത്. അല്ലാഹു പറയുന്നതാ, ഒരു പറ്റം ഹറാമിനെ അല്ലാഹു പരിചയപ്പെടുത്തി, ഒരു കൂട്ടം ഹലാലിനെ അല്ലാഹു പരിചയപ്പെടുത്തി. പക്ഷേ ഹലാലും ഹറാമും അല്ലാഹു കൂടെ കൂട്ടിയിട്ടാ നമ്മുടെ മുന്നിലിട്ട് വളർത്തുന്നത്. പെണ്ണുങ്ങളെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞു, അവളെ കാണാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അല്ലാഹു തുറന്നു തന്നു. പലിശ ഹറാമാണെന്ന് പറഞ്ഞു, അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തുറന്നു തന്നു. കള്ളുകുടി ഹറാമാണെന്ന് പറഞ്ഞു, ബിവറേജസിന്റെ പ്രത്യേകമായി 2-3 ഷോറൂം പുതിയത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ തുറന്നു. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു തരുന്നു, എന്നിട്ട് പറയുന്നത് ഹറാമാണെന്ന്. എന്തിന്? ഇതിന്റെ മുന്നിൽ നീ കിടന്ന് ജീവിക്കണം. എന്നിട്ട് അല്ലാഹു ഒരേ ഒരു വാക്കാ ചോദിക്കുന്നത്, ലിയഅലമല്ലാഹു മയ്യഖാഫുഹു ബിൽ ഗൈബ്. ഇതെല്ലാം ഉണ്ടായിട്ട് അദൃശ്യനായി ആരൊരാൾ എന്നെ ഭയപ്പെടുന്നു എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിതെല്ലാം യഥേഷ്ടം നൽകിയിരിക്കുന്നത്. ആര് പെണ്ണിനെ കാണാതിരിക്കുന്നുവോ, ആര് ഹറാമ് വർജിക്കുന്നുവോ, ആര് നമസ്കാരം നിലനിർത്തുന്നുവോ, ആര് കണ്ണിനെ സൂക്ഷിക്കുന്നുവോ, ആര് കാതിനെ സൂക്ഷിക്കുന്നുവോ, ഇത് ഞാൻ അറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം തുറന്നിട്ട് തന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോയാൽ നാളെ ആഖിറത്തിൽ സുഖം കിട്ടുകയില്ല. അതിനെ ഒഴിവാക്കിയാൽ ആഖിറത്തിൽ നിനക്ക് രക്ഷ. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നമുക്ക് നൽകിയത് പരീക്ഷണാർത്ഥം. കുറച്ച് നാളത്തെ ജീവിതം അല്ലാഹു നമുക്ക് ദുനിയാവിൽ നൽകി. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയികളായി മാറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പരീക്ഷണത്തിൽ വിജയികളാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് അല്ലാഹുവിന് നമ്മൾ നന്ദിയുള്ളവരായി മാറണം. പടച്ചവനോട് നന്ദികേട് കാണിച്ചാൽ അല്ലാഹു വെറുതെ വിടുകയില്ല. അല്ലാഹു നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും ശരീര സൗന്ദര്യവും ആയുരാരോഗ്യവും സാമ്പത്തികമായ അനുഗ്രഹവും എല്ലാം അല്ലാഹു നമുക്ക് നൽകിയെങ്കിൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ പടച്ച തമ്പുരാന് നമുക്ക് തന്ന അനുഗ്രഹത്തിന് ബദലായി അവന് നമ്മൾ ശുക്ർ ചെയ്യുന്നവരായി മാറണം. ആ ശുക്ർ എന്ന് പറയുന്നതാണ് നമസ്കാരം. ആ നന്ദി എന്ന് പറയുന്നതാണ് നമസ്കാരം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവർക്കൊക്കെ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാറ്റിനെ അല്ലാഹു വശപ്പെടുത്തി കൊടുത്തു. എറുമ്പിന്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് നൽകി. പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇരുമ്പിനെ മെഴുകാക്കി കൊടുത്തു. വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ മെഴുകാക്കി കൊടുത്തു. പക്ഷെ ഇവർ രണ്ടുപേരും അല്ലാഹു അവർക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ ആസ്വദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പടച്ച തമ്പുരാനോട് സ്തുതിയുള്ളവരായി മാറി, പടച്ചവനെ കീഴ്പ്പെടുന്നവരായി മാറി, നന്ദിയുള്ളവരായി മാറി. وَلَقَدْ آتَيْنَا دَاوُودَ وَسُلَيْمَانَ عِلْمًا وَقَالَ الْحَمْدُ لِلَّهِ الَّذِي فَضَّلَنَا عَلَى كَثِيرٍ مِّنْ عِبَادِهِ الْمُؤْمِنِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ അവർ രണ്ടുപേരും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. സകലമാന സൃഷ്ടികളെക്കാളും എന്നെയും എന്റെ ഉപ്പയെയും അനുഗ്രഹിച്ച തമ്പുരാനെ, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. എന്തൊക്കെയാണ് അല്ലാഹു അനുഗ്രഹം നൽകിയത്? ഇരുമ്പിനെ മെഴുകാക്കാനുള്ള അനുഗ്രഹം നൽകി ദാവൂദ് നബിക്ക്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പേരിൽ അഹങ്കരിച്ചില്ല, ശുക്ർ ചെയ്തു. അൽഹംദുലില്ലാഹ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ കഴിവ് എന്താണ്? എറുമ്പിന്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് നൽകി അല്ലാഹു തആല. അത് വലിയൊരു കഴിവാണല്ലോ, വലിയൊരു കഴിവാണല്ലോ. നമുക്ക് എറുമ്പിന്റെ സംസാരം കേൾക്കാൻ ഒരു കഴിവങ്ങാണ് നമ്മൾ തന്നിരുന്നെങ്കിൽ പച്ചക്കുപ്പായി ഇട്ടിട്ട് എറുമ്പൗലിയ എന്നും പറഞ്ഞ് നമ്മൾ ഇന്നിരിക്കുമ്പോ ആരുടെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബഹുമാനോടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഒരു ദിവസം സുലൈമാൻ നബിയും പരിവാരങ്ങളും ഇങ്ങനെ നടന്നു പോകുമ്പോ എറുമ്പിന്റെ കൂട്ടങ്ങളെല്ലാം കണ്ടിട്ട് എറുമ്പിന്റെ നേതാവ് വിളിച്ചു പറയുകയാണ്, ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ ഖാലത്
النملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിവാരങ്ങളും അതാ താഴ്വാരയിലൂടെ നടന്നു വരുമ്പോ എറുമ്പിൻ കൂട്ടങ്ങളുടെ നേതാവ് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും, ഏ എറുമ്പിൻ കൂട്ടങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുവിൻ. ലാ യഹ്തിമന്നകും സുലൈമാനോ വജുനൂദുഹു, അവന്റെ പരിവാരങ്ങളോ നിങ്ങളെ അവർ അറിയാതെ ചവിട്ടി നശിപ്പിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറിക്കോ, സുലൈമാനും പട്ടാളവും വരുന്നു. ഇത് ആര് കേട്ടു? സുലൈമാൻ നബി കേട്ടു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്ത്? പുഞ്ചിരിച്ചു. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, എറുമ്പിന്റെ സംസാരം കേട്ട് പടച്ച തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅസ്ലിഹ് ലീ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അനുഗ്രഹം കിട്ടിയപ്പോൾ അഹങ്കരിച്ചില്ല. ദുനിയാവിൽ ആർക്ക് അനുഗ്രഹം കിട്ടിയാലും അവർ ഈ സുലൈമാൻ നബിയുടെ പാതയെ പിൻപറ്റണമെന്നാണ് ഇതിന്റെ അധ്യായം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എറുമ്പിന്റെ ഭാഷണം മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടിയപ്പോ ആ എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബി പുഞ്ചിരിച്ചുകൊണ്ട് പടച്ചവനോട് പറയുകയാ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ചവനെ, നീ എനിക്കും എന്റെ ഉപ്പാടമേലും ചെയ്ത അനുഗ്രഹമുണ്ടല്ലോ, അത് നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ അല്ലാഹ്. ഓർത്തോ മുസ്ലിമേ, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, ശരീര ആരോഗ്യം, നമ്മുടെ കുടുംബിനി, നമ്മുടെ മക്കൾ, വാഹനം, വീട്, കട, സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു നിനക്ക് നൽകിയെങ്കിൽ അതിന്റെ പേരിൽ അഹങ്കരിക്കരുത്. അഹങ്കാരികളെ അള്ളാഹു കൈകാര്യം ചെയ്ത ചരിത്രമാണ് ദുനിയാവിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി നന്ദി കാണിച്ചതുപോലെ നമ്മൾ നന്ദി കാണിക്കണം. നമുക്ക് അള്ളാഹു നല്ല വീട് നൽകി, സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി, സുന്ദരിയായ ഭാര്യ നൽകി, നല്ല മക്കളെ നൽകി. എങ്ങനെയാണ് നീ ദുആ ചെയ്യേണ്ടത്? സുലൈമാൻ നബി ദുആ ചെയ്തതുപോലെ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹം പോലെ ആ അനുഗ്രഹത്തിന് നന്ദി ചെലുത്തുവാനും ആ അനുഗ്രഹത്തിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുവാനും നീ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ അല്ലാഹ്. വഅൻ അഅമല സാലിഹൻ തർളാഹ്, നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുവാനും അതിലൂടെ നീ തൃപ്തിപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ഞങ്ങൾക്ക് നൽകുവാനുമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ റബ്ബേ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അല്ലാഹുവേ, ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോ സാലിഹീങ്ങളുടെ അന്ത്യം നീ നന്നാക്കുമല്ലോ അല്ലാഹ്. അവർക്ക് ഉന്നതമായ സ്ഥാനമാനമാണല്ലോ ആഖിറത്തിൽ നൽകാറുള്ളത്. ആ സാലിഹീങ്ങളോടൊപ്പം, ആ സച്ചരിതരായ സജ്ജനങ്ങളോടൊപ്പം, ആ സന്മാർഗകാമികളോടൊപ്പം, ആ സച്ചരിതരായ നല്ലവരോടൊപ്പം ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അനുഗ്രഹത്തിന് നന്ദി ചെലുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അത്രേ. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് അഹങ്കരിക്കരുത്. അഹങ്കരിച്ച പടച്ചവൻ പിടിക്കും. എവിടെ പിടിച്ചതുപോലെ? ജപ്പാനെ പിടിച്ചതുപോലെ. അള്ളാഹു കൊടുക്കുന്ന നിഅമത്തിന് ശുക്ർ ചെയ്തില്ല എങ്കിൽ അള്ളാഹ് പിടിക്കും. ജപ്പാനെ തകടം മറിച്ചില്ലേ? കടലിന്റെ തീരത്ത് പോയിട്ട്, കടല് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. പക്ഷെ ആ കടലിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഹോട്ടല്, മോട്ടല്, ബ്രേക്ക് ഡാൻസ്, നൈറ്റ് ഡാൻസ്, വസ്ത്രം ഉള്ള ഡാൻസ്, ഇല്ലാത്ത ഡാൻസ്, അർദ്ധവസ്ത്ര ഡാൻസ്,
എന്തെല്ലാം പരിപാടികളാ. വിടുവോ? കടല് കണ്ടിട്ട് വിടുവോ? എത്ര താത്താമാരാ കൊല്ലം ബീച്ചിന്റെ സൈഡിൽ വന്നിട്ട് അർമാദിക്കുന്നത്. ആരുമായിട്ടൊക്കെയാണെന്ന് അറിയോ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരുപാട് അനുഭവങ്ങളുണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ. ഞങ്ങളൊക്കെ അവിടെ കാറ്റുകൊള്ളാൻ വേണ്ടി പോയിരിക്കുമ്പോൾ കാണുന്ന രംഗങ്ങൾ ഹൃദയഭേദകരമാണ്. ഹൃദയം പൊട്ടിപ്പോകും. എന്ത് ചെയ്യാനാണ് ഈ ഉമ്മത്ത്? നമ്മുടെ കൗമ അതാണ് നമുക്ക് വലിയ വിഷയം. ഓർത്തോ, കടല് വെറുതെ വിടൂല. അഹങ്കാരികളെ കടലിന്റെ ഓരത്ത് കടലിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നീ അഹങ്കരിച്ചാൽ ആ കടല് നിന്നെ വെറുതെ വിടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോ. ജപ്പാനിനൊക്കെ അഹങ്കരിച്ച് ആദ്യമായി ഖുർആൻ കത്തിച്ചു, ആദ്യമായി മുറുഖ നിരോധിച്ചു, പരിശുദ്ധ ഇസ്ലാമിനെ അപമാനിച്ചു, ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചു, ഇസ്ലാമിന്റെ ആദർശങ്ങളെ പണയപ്പെടുത്തുന്നതിൽ ആഹ്വാനം നടത്തി. ഇതിനെല്ലാം അല്ലാഹു തആല മൊത്തത്തിൽ കൂട്ടി മുജ്മലായിട്ട് ടോട്ടലായിട്ട് കൊടുത്ത ഒരു പരിഹാരം. ഇപ്പോഴും ആടി നിൽക്കുക, ആട്ടം നിന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ സലാസ മർറാത്ത്. എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ കടൽ അല്ലാഹുവിനോട് 3 പ്രാവശ്യം ചോദിക്കുമത്രേ. അയ്യൻതലിഹ അലൈഹിം യസ്തഅ്ദിനുല്ലാഹ അയ്യൻതലിഹ അലൈഹിം. കടൽ അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാ, പടച്ച തമ്പുരാനെ, നിന്റെ സൃഷ്ടികളാണ് ഞങ്ങൾ. ഈ സൃഷ്ടികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ അഹങ്കാരികൾ, ഈ തെമ്മാടിക്കൂട്ടം കാണിക്കുന്ന ഈ അനാവശ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിവില്ല നാഥാ. അതുകൊണ്ട് ഇവരെ വിഴുങ്ങട്ടെ അല്ലാ, പിടിക്കട്ടെ അല്ലാ, നശിപ്പിക്കട്ടെ അല്ലാ എന്ന് എല്ലാ ദിവസവും രാത്രി 3 പ്രാവശ്യം കടൽ അല്ലാഹുവിനോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിചാരിച്ച കടലിൽ ചുമ്മാ നിങ്ങൾക്ക് കാല് നനയ്ക്കാനുള്ളതാണെന്ന്, ബർമൂഡ ഇട്ടുകൊണ്ട് കുളിക്കാനുള്ളതാണെന്ന് നിങ്ങൾ കരുതിയില്ലേ? സായിപ്പന്മാരെ കുളിക്കുന്ന പോലെ നമ്മുടെ താത്താമാരെ ഇപ്പൊ കൊണ്ടുപോയി കുളിപ്പിക്കുകയല്ലേ? ആരെല്ലാം അറിയുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ധരിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന്. പക്ഷെ കടല് ചോദിക്കുന്നു, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ സലാസ മർറാത്ത് യസ്തഅ്ദിനുല്ലാഹ അയ്യൻതലിഹ അലൈഹിം ഐ അലൽ ഉസാത്ത്. അഹങ്കാരികളുടെ മേൽ ഞാനൊരു കടന്നാക്രമണം നടത്തട്ടെ പടച്ചവനെ. ഇവരെ ഞാൻ ഒപ്പിയെടുക്കട്ടെ അല്ലാഹുവേ. ഇവരെ ഞാൻ വിഴുങ്ങട്ടെ പടച്ചവനെ. എല്ലാ ദിവസവും 3 പ്രാവശ്യം കടൽ അല്ലാഹുവിനോട് ചോദിക്കുമത്രേ. പക്ഷേ കാരുണ്യവാനായ പടച്ചവന്റെ മറുപടി എന്തെന്നറിയോ? ഫയഹുഫഹും ബിമന്നിഹി വകറമിഹി. പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ ഉദാരത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിനോട് പറയും, തൊട്ടുപോകരുത്, മിണ്ടിപ്പോകരുത്, അനങ്ങിപ്പോകരുത്, എന്റെ ദാസന്മാരെ വേദനിപ്പിക്കരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായി ഈ കടലിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മത്ത് ചെയ്യുന്ന പോക്കരിത്തരത്തിന് അല്ലാഹുവെങ്ങാനും ഒരു ചൂണ്ടാണി വിരൽ കൊണ്ട് 1 സെക്കൻഡ് നീ ഒന്ന് ഒപ്പിയെടുത്തോ എന്ന് പറഞ്ഞാൽ മതി. കൊല്ലവും കാണൂല, തിരുവനന്തപുരവും കാണൂല, എറണാകുളവും കാണൂല, ഈ ലോകവും കാണൂല. പക്ഷെ അല്ലാഹ് എന്താ ചെയ്തത്? ഫയഹുഫഹുമുല്ലാഹു ബിമന്നിഹി വകറമിഹി. നമ്മൾ കാണിക്കുന്ന ഹറാമിന്റെ പ്രവർത്തനങ്ങൾ പടച്ച തമ്പുരാൻ കണ്ണടച്ച് അതങ്ങനെ തള്ളിക്കളയുകയാണ്. നിങ്ങൾ ധരിക്കുന്നുണ്ട് നിങ്ങളെ അങ്ങനെ വെറുതെ വിട്ടേക്കുകയാണെന്നില്ലേ? അലം യകൂ നുത്ഫതം മിൻ മനിയുംനാ അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. മനുഷ്യരെ നിങ്ങളെ വെറുതെ ഞാൻ വിട്ടിരിക്കുകയാണെന്ന്, നിങ്ങളെ വഴികേടിലേക്ക് വിട്ടിരിക്കുകയാണെന്നും, നിങ്ങളെ കൈയഴിച്ച് വിട്ടിരിക്കുകയാണെന്നും, കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണെന്നും, നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുമുള്ള അനുമതി നൽകിയെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ വിട്ടേക്കാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ എന്ത് ഹറാമിയത്ത് കാണിച്ചാലും ഞാൻ നിങ്ങൾക്കെതിരെ വരുന്നില്ല, തിരിയുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ചോദ്യം. മറുപടി പറ. അതാണ് കടൽ ചോദിക്കുന്നത്. എല്ലാ ദിവസവും 3 പ്രാവശ്യം ഞാൻ ചോദിക്കും. പടച്ചവൻ പറയും, വേണ്ട, ഒന്നും ചെയ്യണ്ട.
ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അനുഹ്ലക് വഫീന സാലിഹൂൻ, യാ റസൂലല്ലാഹ്, നമ്മുടെ നാട്ടിൽ മഹാന്മാരുള്ളപ്പോൾ, സാലിഹീങ്ങൾ ഉള്ളപ്പോൾ, സാദാത്തുക്കൾ ഉള്ളപ്പോൾ, ആരിഫീങ്ങൾ ഉള്ളപ്പോൾ, മഹത്തുക്കൾ ഉള്ളപ്പോൾ, ഒരുപാട് നന്മ ചെയ്യുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ, സുഹൃതവാന്മാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ നാടിനെ അല്ലാഹു നശിപ്പിക്കുമോ യാ റസൂലല്ലാഹ്? സൈനബ് ബീവി ചോദിക്കുക നബിതങ്ങളോട്. നമ്മൾ ധരിക്കും നമ്മുടെ നാട്ടിൽ മക്കുവറ ഉണ്ട്, ശേഖന്മാരുടെ മക്കുവറൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും സുനാമി ഒന്നും അടിക്കൂല, ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിസ്കാരക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ അറബി കോളേജ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ മുത്താലിമുകളുണ്ട്, നമ്മുടെ പള്ളിയിൽ എപ്പോഴും ഓതലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു അദാബും ഇറങ്ങൂല എന്ന് ധരിച്ചുകൊണ്ട് ഇബാദത്തുമായി ബന്ധപ്പെടാത്തവരുണ്ട്. ഇതിന് മറുപടി സൈനബ് റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചതാണ്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, അനുഹ്ലക വഫീന സാലിഹൂൻ, സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ നമ്മളെ അല്ലാഹു പിടിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം ഇദാ കസുറൽ ഖബസ്, ഖബസ് അധികരിച്ചാൽ അല്ലാഹു പിടിക്കും, ഖബസ് അധികരിച്ചാൽ അല്ലാഹു പിടിക്കും. والخبث يا عباد الله, ഖബസ് എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ അടിമകളെ? കുല്ലു മഅസിയത്തിൻ ഉസിയ അല്ലാഹു ബിഹാ ഫിൽ ബിലാദി ഔ ഫിൽ ബഹരി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ, ഓരോ പാപവുമാണ് മനുഷ്യരെ നിങ്ങൾ കരയിൽ ചെയ്യുന്ന പാപം, കടലിൽ ചെയ്യുന്ന പാപം, രാത്രി ചെയ്യുന്ന പാപം, പകലിൽ ചെയ്യുന്ന പാപം, ബസ്സിൽ ചെയ്യുന്ന പാപം, ഹോട്ടലിൽ ചെയ്യുന്ന പാപം, ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന പാപം, ഇരുട്ടത്ത് ചെയ്യുന്ന പാപം, യാത്രയിൽ ചെയ്യുന്ന പാപം, ഇങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ അധികരിച്ചാൽ അല്ലാഹു തആല ആ നാട്ടിൽ എത്ര സാലിഹീങ്ങൾ ഉണ്ടെങ്കിലും, എത്ര മുഖ്ലിസീങ്ങൾ ഉണ്ടെങ്കിലും, എത്ര സന്മാർഗ സച്ചരിതരുണ്ടെങ്കിലും ആ നാടിനെ അല്ലാഹു നശിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രക്ഷയുണ്ടോ? അപ്പൊ നമ്മൾ അതിന്റെ പേര് ജാമ്യം എടുക്കാൻ നിൽക്കണ്ട. അതാണ് അല്ലാഹു തആല ഇന്തോനേഷ്യ പിടിച്ചത്. ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമാണ് ഇന്തോനേഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷം ഇന്തോനേഷ്യ. അല്ലാഹു അവിടെ കൊണ്ട് പിടിച്ചില്ലേ? സുമാത്ര ദ്വീപിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തകിടം മറിച്ചില്ലേ? 4.5 ലക്ഷം പേരാണ് എല്ലാ വർഷവും പരിശുദ്ധമായ ഹജ്ജിന് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നത്. ലക്ഷക്കണക്കിന് പള്ളികൾ, ലക്ഷക്കണക്കിന് മദ്രസകൾ, എല്ലാവരും തലയിൽ തട്ടമിടുന്നു. അവിടെ കല്യാണം കഴിക്കണമെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ ക്വാളിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്? ഹജ്ജ് ചെയ്തിരിക്കണം, ഹജ്ജ് ചെയ്തിരിക്കണം. അല്ലാതെ MBAയും MCAയും ഒന്നും എടുക്കണ്ട, ഹജ്ജ് ചെയ്തിരിക്കണം ക്വാളിറ്റി. 4.5 ലക്ഷത്തോളം 5 ലക്ഷത്തോളം ഹാജിമാർ ഇന്തോനേഷ്യയിൽ നിന്ന് പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമിട്ട് വരുന്നെങ്കിൽ ആ ഇന്തോനേഷ്യ അല്ലാഹു തആല തകിടം മറിച്ചുവെങ്കിൽ ബഹുമാനമുള്ളവരെ എന്താണ് അതിന്റെ പിന്നിൽ? കുല്ലു മഅസിയ, ഓരോ പാപവുമായിരുന്നു. ഇന്റർനെറ്റ് പരിശോധിച്ചാൽ കാണാൻ ലോകത്തെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് ഇന്തോനേഷ്യ. റെഡ് സ്ട്രീറ്റ്, ചുവന്ന തെരുവ്. നമുക്ക് പറയാൻ പോലും പറ്റൂല. മക്കയിൽ പോലും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ അഹങ്കരിക്കുകയാണ്. അല്ലാഹു വിടുവോ? മുസ്ലിം രാജ്യമൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല, അല്ലാഹു വിടുകയില്ല. മുസ്ലിം പ്രദേശം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലാഹു വിടുകയില്ല. സാലിഹ്യങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അല്ലാഹു ഒരു പ്രത്യേകമായ സമൂഹത്തിലേക്ക് മാത്രമല്ല അതാ ബർക്ക ഇറക്കുമ്പോൾ എല്ലാവരെയും ഒറ്റപ്പിടിയൊക്കെ പിടിക്കും. അപ്പൊ അതിനകത്ത് സാലിഹ്യങ്ങളും പെടും, അതല്ലാത്തവരും പെടും, എല്ലാവരും പെടും. പിടിക്കുമ്പോൾ അല്ലാഹു ഒറ്റപ്പിടിയാണ് പിടിക്കുക. പക്ഷെ അല്ലാഹു അദാബുകൾ ഒഴിവാക്കാൻ ഓരോരു വഴിയുള്ളൂ. പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിച്ച് നന്മ ചെലുത്തി അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് വണങ്ങുന്നവരായി മാറിയാൽ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും? നമ്മുടെ മേൽ ഇറക്കാൻ നിശ്ചയിച്ച അദാബുകൾ അല്ലാഹു ഒഴിവാക്കി തരും. അതല്ല, കുറെ പേര് പള്ളിയിൽ നമസ്കരിക്കുന്നു, കുറെ പേര് കടയിൽ നിന്ന് സിനിമ കാണുന്നു, കുറെ പേര് പള്ളിയുമായി ബന്ധപ്പെടുന്നു, കുറെ ചെറുപ്പക്കാർ കള്ളു കുടിക്കുന്നു, കുറെ പേര് ഇബാദത്തുമായി ബന്ധപ്പെടുന്നു, മദ്രസയുണ്ട്, മുത്തല്ലിമീങ്ങളൊക്കെ ഉണ്ട്, കുറെ പേര് വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നു. വല്ലാഹി സത്യം, അല്ലാഹു പിടിക്കുമ്പോൾ മൊത്തത്തിൽ പിടിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ.
പാവപ്പെട്ട ആബിദീങ്ങൾ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നവർ പോലും അക്രമികളായ പാപികളാൽ അവർ പോലും ശിക്ഷകൾ നേരിടേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എന്റെ സഹോദരീ സഹോദരന്മാരെ, നൈമിഷികമായ ഈ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി നമ്മളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്ന ഈ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്ത്, അള്ളാഹ്ക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിച്ച്, പടച്ചവന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അവന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുവിൻ. അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹ് അതിനെ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒന്ന് ഇഖാമത്തുസ്സലാം, നമസ്കാരം മുറ പോലെ നിലനിർത്തണം. അതിന് അല്ലാഹ് പറയുന്ന ആയത്ത്, الذين يؤمنون بالغيب ويقيمون الصلاة. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹ് പറയുന്നുണ്ട് വഅഖീമുസ്സലാഹ്, പല സ്ഥലത്തും അല്ലാഹ് പറയുന്നുണ്ട് ഇഖാമത്തുസ്സലാ, നമസ്കാരം നിങ്ങൾ നിലനിർത്തണേ, നമസ്കാരം നിങ്ങൾ നിലനിർത്തണേ. അത് നിലനിർത്തിക്കൊണ്ട് പോകണേ. അത് എപ്പോഴെങ്കിലും നിസ്കരിച്ചാ പോരാ, എപ്പോഴെങ്കിലും നിസ്കരിച്ചാ പോരാ, അതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണേ, കൃത്യമായി നമസ്കരിക്കണേ. അല്ലാഹു പറയാണ് വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണേ. വീണ്ടും അല്ലാഹു പറയാണ് അത് സ്ഥിരമായിട്ട് നിസ്കരിക്കണേ. വല്ലദീനഹും അലാ സ്വലാതിഹിം ദായിമൂൻ, സ്ഥിരമായി നമസ്കരിക്കണേ, സ്ഥിരമായി നമസ്കരിക്കണേ, ജമാഅത്തോടു കൂടി നമസ്കരിക്കണേ. അതും അല്ലാഹു പറയാണ് വർകഊ മഅറാകിഈൻ, ഒറ്റയ്ക്ക് നമസ്കരിക്കല്ലേ, നമസ്കരിച്ച ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണേ. അല്ലാഹു പറയുന്ന വാക്കാ ഞാൻ ഈ പറയുന്നത്. നമസ്കാരത്തിൽ അലസത കാണിക്കല്ലേ, അലസത കാണിക്കാതെ ഖൗഫോട് ഖശിയത്തോടു കൂടി നമസ്കരിക്കണേ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. മുഅ്മിനീങ്ങൾ വിജയം പ്രാപിച്ചിരിക്കുകയാ. ആരാണ് ആ മുഅ്മിനീങ്ങൾ? ഏതാണ് ആ വിശ്വാസികൾ? الذين هم في صلاتهم خاشعون, നമസ്കാരത്തിൽ ശ്രദ്ധയോടെ, ഖശിയത്തോടെ, ഖൗഫോട് കൂടി നമസ്കരിക്കുന്നവർ. ബഹുമാനപ്പെട്ട അലി കറമല്ലാഹു വജ്ഹ ധർമ്മസമരത്തിൽ പങ്കാളിയാകുമ്പോൾ ആരെയും നേരിടാൻ മടി കാണിക്കാത്ത അലി കറമല്ലാഹു വജ്ഹ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദൽ ഖിയാം, നമസ്കാരത്തിലേക്ക് നിന്നു കഴിഞ്ഞാൽ യതലവ്വനു വജ്ഹുഹു, അവിടുത്തെ മുഖത്തിന്റെ നിറം മാറുമത്രേ, അവിടുത്തെ കളർ മാറിപ്പോകുമത്രേ, കളർ മാറും, നിറം മാറിപ്പോകും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിറം മാറിപ്പോകും. വഖീല ലഹു, ഉടനെ ചോദിക്കും മാലക യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനെ അങ്ങേക്ക് എന്ത് സംഭവിച്ചിരിക്കുകയാ? ഉടനെ അമീറുൽ മുഅ്മിനീന്റെ മറുപടി ഖദ് ഹാന വഖ്തുൽ അമാന, ഇതൊരു അമാനത്താണ് നമസ്കാരം, ഇതൊരു അമാനത്താണ് നമസ്കാരം. ഈ അമാനത്ത് നിറവേറ്റിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ മറുപടി പറഞ്ഞേ മതിയാവൂ, അതല്ലാതെ അവന്റെ പാദം ചലിപ്പിക്കാൻ കഴിയുകയില്ല. എങ്ങനെയാണ് അവന്റെ ഈ അമാനത്ത് നിറവേറ്റുക എന്ന് അറിയില്ല സഹാബത്ത്. ആ സമയമെത്തിയപ്പോൾ ഞാൻ പേടിക്കുകയാണെന്ന് അലി റളിയല്ലാഹു അൻഹു. എന്താ മനസ്സിലായോ? നമ്മുടെ നിസ്കാരം എങ്ങനെ, നമ്മുടെ നിസ്കാരം എങ്ങനെ? അലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സമയം അപ്പൊ പേടിക്കുക, യതലവ്വനു വജ്ഹുഹു, നിറം തന്നെ മാറിപ്പോയി, മുഖത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. ചോദിച്ചപ്പോ എന്തേ അലിയാർ തങ്ങൾ നിങ്ങൾ ഇങ്ങനെ നടന്ന് വിഷമിക്കുന്നത്? ഇതൊരു അമാനത്താണ്, ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെ നിറവേറ്റണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ നിറവേറ്റണമെന്ന് എനിക്കറിയില്ല, എനിക്ക് പേടി തോന്നുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീരശൂര പരാക്രമിയാണ്. ബഹുമാനപ്പെട്ട നബി പോലും പേടിക്കുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ, അത്രത്തോളം വീരശൂര പരാക്രമി. പരിശുദ്ധമായ കഅബയുടെ ഉദ്യാനത്തിൽ പോയി പരസ്യമായി ഖുറൈശികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പരസ്യമായി പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പല്ല് കിടുകിടാ വിറയ്ക്കുമത്രേ, പല്ല് കിടുകിടാ വിറയ്ക്കുമത്രേ. ഉടനെ ചോദിക്കും സഹാബാക്കൾ, മാലക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? ഇപ്പോൾ തണുപ്പിന്റെ സമയമല്ലല്ലോ, അങ്ങയുടെ പല്ല് കിടുകിടാ കിടുങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, അത് ഭയഭക്തിയോടുകൂടി നിറവേറ്റിയില്ല എങ്കിൽ അള്ളാഹു നമ്മുടെ മുന്നിൽ ചുരുട്ടിക്കൂട്ടിയെറിയുമത്രേ. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ് സഹാബത്തെ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാ. എങ്ങനത്തെ വിശ്വാസികൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ. ഇങ്ങനെ പേടിക്കണം, ഇങ്ങനെ പേടിക്കണം. അതാണ് നമസ്കാരം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ശഖ്സിർ റളിയല്ലാഹു അൻഹു പറയുകയാ, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് പോയി. വഹുവ യുസല്ലി, ഞാൻ പോയപ്പോൾ നബി തങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചപ്പോൾ, നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടേക്ക് പോയപ്പോൾ ഞാൻ കേൾക്കുകയാണ്, വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ, ചീനച്ചട്ടിയുടെ അടിയിൽ നിന്ന് തിളച്ചിരമ്പി വരുന്ന ശബ്ദം പോലെ അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിൽ തേങ്ങി തേങ്ങി പൊട്ടി പൊട്ടി കരയുന്നത് ഞാൻ കാണുകയുണ്ടായെന്ന് അബ്ദുല്ലാഹി ശഖ്സിർ റളിയല്ലാഹു അൻഹു. പൊട്ടി പൊട്ടി കരയുക. ആര്? നബി. എല്ലാ പാവങ്ങളും മാപ്പാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ സന്ദേശം കിട്ടിയ നബിയുനാ റസൂലുള്ളാഹി. എല്ലാ പാവങ്ങളും മാപ്പാക്കിയിരിക്കുന്ന നബി എന്ന് പറഞ്ഞ നബി നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എരമ്പല് ഒരു തേങ്ങല് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എങ്ങനെ നിസ്കരിച്ചിരുന്നത്? കാന യുസല്ലി ലൈലൻ തവീലാ, നിന്ന് ഒരുപാട് നേരം നമസ്കരിക്കും. വയുസല്ലി ലൈലൻ തവീലൻ ഖായിദാ, ഇരുന്ന് ഒരുപാട് നേരം നമസ്കരിക്കും, ഒരുപാട് നേരം നമസ്കരിക്കും. നിന്നും ഇരുന്നും ഒരുപാട് സമയം രാത്രി നമസ്കരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിയുടെ അവസ്ഥ അതാ, നമസ്കാരത്തിന്റെ അവസ്ഥ. എന്തിനാ നബി തങ്ങൾക്ക് എല്ലാം അള്ളാഹ് പുറത്തു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? എല്ലാം പുറത്തു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നബി കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്? എന്തിനാണ്? എല്ലാം അള്ളാഹ് മാപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞപ്പോ എന്താ സുഹൃത്തുക്കളെ, അഫലാ കൂന അബ്ദൻ ശകൂറാ, എനിക്കൊരു നന്ദി വേണ്ടേ? എനിക്ക് ആരോഗ്യം നൽകി, വീട് നൽകി, സമ്പത്ത് നൽകി, കുടുംബം നൽകി, ഗോത്രം നൽകി, എല്ലാം നൽകിയിട്ട് നന്ദി വേണ്ടേ? പടച്ചവനോട് നന്ദി കാണിക്കണ്ടേ? ഞാൻ എങ്ങനെയാണ് നന്ദിയില്ലാതെ മരിച്ചു പോവുക റബ്ബിന്റെ മുന്നിൽ? എങ്ങനെയാണ് പോവുക ഒന്നുമില്ലാതെ? നമസ്കാരത്തിന്റെ സമയമായിട്ട് പള്ളിയുടെ അടുത്ത് കിടന്നിട്ട് പോലും പള്ളിയിൽ പോകാത്തവൻ മരിച്ചു പോയാൽ എങ്ങനെയാണ് അവന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കുക? എങ്ങനെയാണ് നമസ്കരിപ്പിക്കുക? ആലോചിച്ചോ സുഹൃത്തുക്കളെ. ഇസ്ലാമും മുസ്ലിമായിട്ട് എന്ത് ബന്ധം, എന്ത് ബന്ധം? മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമസ്കാരം, ബാക്കി ആർക്കും ആ ഒരു ഉത്തരവാദിത്തമില്ല. മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളെ പോലെ അധപ്പതിച്ചു പോകരുത്. നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോൾ നമസ്കാരം ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? അല്ലാഹു തആല ഇത്രയും പറയുന്നില്ലേ, നിങ്ങൾ ഖുശൂഓടെ നമസ്കരിക്കും. അതേപോലെ അല്ലാഹു പറയുന്നു, കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കും, കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കും. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നമസ്കാരം മുഅ്മിനീങ്ങൾക്ക് കൃത്യമായി അത് അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമസ്കരിക്കണം. ളുഹറിന്റെ സമയത്ത് അസറല്ല, അസറിന്റെ സമയത്ത് മഗ്രിബല്ല, മഗ്രിബിന്റെ സമയത്ത് ഇശ അല്ല, ളുഹറിന്റെ സമയത്ത് ളുഹർ, അസറിന്റെ സമയത്ത് അസർ, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ്. കൃത്യമായി നമസ്കരിക്കും. നമസ്കരിച്ചാൽ കൃത്യമായി നമസ്കരിക്കും. കടയിലിരുന്നിട്ട് ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കടയിലിരുന്ന് സ്വറ പറഞ്ഞ് സംസാരിച്ച് ളുഹറിന്റെ അവ്വൽ വഖ്ത് നഷ്ടപ്പെടുമ്പോൾ ആഖിർ വഖ്താകുമ്പോൾ ഓടി വന്നിട്ടൊരു നമസ്കാരം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവ്വൽ വഖ്തിൽ ആര് നമസ്കരിക്കുന്നുവോ ആദ്യമായി അവൻ സ്വർഗ്ഗത്തിൽ കടക്കും. ആഖിറിൽ ആരവൻ നമസ്കരിക്കുന്നുവോ അവന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. മൻ തറക സ്വലാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹത്താ തഖളി വഖ്തുഹാ, ഒരാൾ കല്യാണത്തിന്റെ പേരിലോ കച്ചവടത്തിന്റെ പേരിലോ യാത്രയുടെ പേരിലോ രോഗിയെ സന്ദർശിക്കാൻ പോയതിന്റെ പേരിലോ, ബഹുമാനികളെ, നിങ്ങൾ നമസ്കാരം ഒഴിവാക്കിയാൽ അതിന്റെ സമയം കഴിഞ്ഞു എന്നിരിക്കട്ടെ, യുഗങ്ങളോളം നരകത്തിലിട്ടവരെ ശിക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വഖ്ത് നമസ്കാരം, ഒരു വഖ്ത് നമസ്കാരമാണ്, അതിന്റെ
അതിന്റെ സമയത്ത് നമസ്കരിക്കാതെ അത് ഖളാ ആയി പോയാൽ ഉദ്ദിബ ഫിന്നാരി ഹുഖബാ, യുഗങ്ങളോളം നിങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ് യുഗം നബിയെ? നബിയെ യുഗം എങ്ങനെയാണ്? 80 വർഷം. 80 വർഷം നബി തങ്ങളെ പഠിപ്പിക്കുക. 80 വർഷം. കുല്ലു സനത്തിൻ 360 യൗമാ. നബി പറയാ 360 ദിവസമാണ് ഒരു വർഷം. നോക്കണം, ഇവിടെ എത്ര? 364 364 ഒക്കെയാണ് വരിക. 360 ദിവസമാണ് ഒരു വർഷം. കുല്ലു യൗമിൻ അൽഫു സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ഓരോ ദിവസവും 1000 വർഷത്തിന്റെ ദൈർഘ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഓരോ ദിവസവും 1000 വർഷം. അങ്ങനെ 360 ദിവസം ഒരു വർഷം. അങ്ങനെ 80 വർഷം. ആര് ഹത്താ തഖ്ലി വഖ്തുഹാ. ഒരു നമസ്കാരം ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ അവന്റെ ഫർളായ നമസ്കാരം പ്രായപൂർത്തി എത്തിയിട്ട് കേവലം കല്യാണത്തിന്റെ പേരിലോ യാത്രയുടെ പേരിലോ രോഗിയെ സന്ദർശിക്കുന്നതിന്റെ പേരിലോ മറ്റു ഉത്സവത്തിൽ പോകുന്ന പേരിലോ ഏതിന്റെയെങ്കിലും പേരിൽ നിങ്ങൾ ഒരു വഖത്ത് നമസ്കാരം ഖളായി അതിന്റെ സമയം നഷ്ടപ്പെട്ടാൽ 80 വർഷം നരകത്തിൽ കിടക്കണം. ഒരു വർഷം 360 ദിവസം, ഒരു ദിവസം 1000 വർഷം. കണക്ക് കൂട്ടിക്കോ, വീട്ടിൽ പോയിരുന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇവിടെ ഇരുന്ന് കൂട്ടിയാൽ ചിലപ്പോൾ അറ്റാക്ക് വന്നു പോകും. കടയിൽ ടിവിയും കണ്ട് നമസ്കാരം നിലനിർത്താത്ത OBC മുസ്ലിമേ, നീ കണക്ക് കൂട്ടിക്കോ. 80 സന എണ്ണിക്കൊണ്ടിരുന്നോ. അല്ലാഹു തആല ഇതിൽ കൂടുതൽ അങ്ങനെ വിശദീകരിച്ചു തരിക. 80 വർഷം. നാളെ നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. നാളെ എൻ്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് പറയരുത്, അല്ലാഹുവേ നീ വലിയ ഉദാരനായിരുന്നല്ലോ, നീ വലിയ കാരുണ്യവാനായിരുന്നല്ലോ, നീ വലിയ റഹ്മാനൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ പടച്ചവനെ നീ നിന്റെ കരുണയൊക്കെ എങ്ങോട്ട് പോയി എന്ന് നാളെ എന്നോട് പറയരുത്. ഇപ്പൊ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. അല്ലാഹു തആല പറയുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന്റെ സമയം, ജമാഅത്ത് നിസ്കാരം, അതിലുള്ള ഖുശൂ, അതിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ മുഴുവനും നമ്മുടെ മുന്നിൽ പച്ചയ്ക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇനി ഒരാൾ ഈ നമസ്കാരം സ്വീകരിക്കാതെ വന്നാൽ അവൻ ആരോടൊപ്പമാണ്? റഈസുഹും അബൂജഹൽ. അവന്റെ നേതാവ് അബൂജഹൽ. പരിചയമുണ്ടോ അബൂജഹലിനെ? പരിചയമുണ്ടോ? ആർക്കും പരിചയമില്ലെന്ന് തോന്നുന്നു. എന്തോ കാരണം അറിയില്ല എന്തോ പറയണത്. റളിയല്ലാഹു അൻഹു എന്ന് പറയണോ ലഅനത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അറിയില്ല. അത് അവർക്ക് ആയിപ്പോയി. ഉമ്മത്തിന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയല്ലോ അല്ലേ? വാപ്പ മക്കൾക്ക് പേരിടുന്ന അബൂ നെടും. എങ്ങനെ ഉണ്ടെന്ന് നോക്കും. നിസ്കാരം ഉണ്ടെങ്കിൽ അബൂബക്കർ നെടും, നിസ്കാരം ഇല്ലെങ്കിൽ അബൂജഹൽ നെടും. അപ്പൊ ആദ്യത്തെ ഒരു പേര് അബൂ നിട്ട് അങ്ങ് വിടും. പൊയ്ക്കോ എന്ന് പറഞ്ഞു തുറന്നങ്ങ് വിടും. അപ്പൊ ബഹുമാനമുള്ള ഒരു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേലെ അതാണ് ശാപം ഉണ്ടാകട്ടെ. നമസ്കാരമില്ലാത്തവർ, അതായത് ഇതൊക്കെ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ് ലം യഖ്ബിലൂഹ, ആ നമസ്കാരത്തെ സ്വീകരിക്കാത്തവരുണ്ടല്ലോ, റഈസുഹും അബൂജഹൽ, അവരുടെ റഈസ് അബൂജഹലാണ്. അബൂജഹൽ എവിടെ പോയി കിടക്കുന്നറിയോ? മസീറുഹും അസ്സഖർ. അബൂജഹൽ പോയി കിടക്കുന്ന സ്ഥലം സഖറാണ്. ആ സഖറിലാണ് പോണത് ഈ നമസ്കാരമില്ലാത്തവരും പോയി കിടക്കുന്ന അങ്ങോട്ടാണ്. അപ്പൊ ചോദിക്കും, എന്തേപ്പാ നിങ്ങൾ എന്താ വന്ന ഇവിടെ? ജയിലിൽ പോകുമ്പോ അങ്ങനെയാണല്ലോ, നീ എന്ത് കുറ്റം ചെയ്തിട്ട് അങ്ങോട്ട് വന്നത് ചോദിക്കും. ഞാൻ ഒരുത്തനെ കൊന്നു, ഞാൻ പീഡിപ്പിച്ചു, ഞാൻ കൊള്ളയടിച്ചു, ഞാൻ വണ്ടി കയറ്റി കൊന്നു, ഞാൻ അടിച്ചു മാറ്റി, കട്ടുവാരി, ഇതൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുന്ന പോലെ നരകത്തിൽ ഇങ്ങനെ സഖർ എന്ന നരകത്തിൽ കൊണ്ടിട്ടിട്ട് ചോദിക്കും, എന്താ ഇങ്ങനെ വന്നത്? മാലകും മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അബൂജഹലിന്റെ അനുയായി അബൂജഹലിനോടൊപ്പം അവർ പറയും, എന്താ വന്നേ? ഒറ്റ മറുപടി, ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ പള്ളിയെടുത്താ താമസിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ നമസ്കാരമില്ലാത്തവരായിരുന്നു. ഇവർക്കുള്ള സ്ഥലം എവിടാ? സഖർ. സൗസ്ലീഹി സഖർ വമാ അദ്റാക മാ
سقر لا تبقي ولا تذر لواحة للبشر عليها 19 وما جعلنا أصحاب النار إلا ملائكة സഖർ നാം അവരെ പ്രവേശിപ്പിക്കുന്നത് സഖർ എന്ന നരകത്തിലേക്ക് നബിയെ സഖർ എന്ന് പറഞ്ഞാൽ അറിയുമോ? എന്താണ് അതിന്റെ ഗൗരവമെന്നറിയുമോ? ആ സഖർ എന്ന നരകത്തിലേക്ക് ഒരാൾ വന്നാൽ അവനെ ആ നരകം വെറുതെ വിടുകയില്ല നബിയെ. അവന്റെ അവശിഷ്ടം പോലും ഉണ്ടാവുകയില്ല നബിയെ. ലവാഹത്തുൽ ലിൽബശർ അവന്റെ ശരീരമാസകലം കത്തിച്ച് കരിച്ചു കളയും നബിയെ, ചാമ്പലാക്കി കളയും നബിയെ. പക്ഷെ അതോടുകൂടി അവൻ ചത്തു ഒതുങ്ങുന്നതല്ല. ലാ യുഖളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ അവൻ വേദന കാരണത്താൽ അവൻ നിലവിളിക്കുമത്രേ. നിലവിളിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വല്ല ഔദാര്യമുണ്ടോ എന്ന് കേണപേക്ഷിക്കും. അപ്പോൾ അള്ളാന്റെ മറുപടി ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു നിങ്ങൾ മരിച്ചു കൊള്ളുക എന്ന് അവിടെ വിധി നൽകപ്പെടുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ അവരുടെ ശിക്ഷയെങ്കിലും അല്പമെങ്കിലും ഇളവ് ചെയ്ത് തരണമേ എന്ന് നിലവിളിക്കുമ്പോ അതുപോലും അല്ലാഹു ഇളവ് ചെയ്തു കൊടുക്കുകയില്ല. അലൈഹാ 19 മലക്കുകളാണ് അവരുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക മാലാകമാരെ കൊണ്ടല്ലാതെ ഈ നരകവാസികളെ കൈകാര്യം ചെയ്യാൻ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് മലക്കുകളെ ഭീകരന്മാരും ശക്തന്മാരും മല്ലന്മാരുമായ 19 മലക്കുകളെ ഇവരുടെ മേൽ നാം ഇതാ വിസർജിപ്പിച്ചിരിക്കുകയാ, വിന്യസിച്ചിരിക്കുകയാണ്. അതിന്റെ ആധിപത്യം അവർക്ക് മാത്രമാണ്. لا يعصون الله ما أمرهم ويفعلون ما يؤمرون എത്രത്തോളം നിലവിളിച്ചാലും എത്രത്തോളം പൊട്ടിക്കരഞ്ഞാലും എത്രത്തോളം ആവലാതിപ്പെട്ടാലും ഒരു തരിമ്പ് പോലും അവരോട് കരുണ കാണിക്കാത്ത മലക്കുകളെയാണ് അവർക്ക് മേൽ നാം നിയോഗിച്ചിരിക്കുന്നത്. അള്ളാന്റെ കൽപ്പനയെ വിട്ടുകൊണ്ട് മനുഷ്യര് പറയുന്ന വാക്കുകൾക്ക് പുല്ലുവില പോലും നൽകുകയില്ല. അടിയോടടി അബൂജഹലിനോടൊപ്പം ശരീരമാസകലം കത്തിച്ചു കളയും, കരിച്ചു കളയും, രോമകൂമങ്ങൾ മുഴുവനും കരിച്ചു കളയും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദാ ഗൈറഹാ ലിയദൂഖുൽ അദാബ് കയ്യിലത്തെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന തോലെല്ലാം കത്തിച്ചാമ്പലാകുമ്പോ അള്ളാഹു വീണ്ടും പുതിയ തോല് തരും. നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി തീർന്നു പോയെന്ന്. ഇല്ല, വീണ്ടും പുതിയ തോല്. എന്തിന്? ലിയദൂഖുൽ അദാബ് അദാബ് രുചിക്കാൻ വേണ്ടി إنك أنت العزيز الكريم രുചിക്കടാ നീ ദുനിയാവിൽ മാന്യനായിരുന്നല്ലോ. പശമുക്കിയ ഷർട്ടും ധരിച്ചുകൊണ്ട് ശീതീകരിച്ച വാഹനത്തിൽ യാത്ര ചെയ്ത് ശരീരത്തിന്റെ വേദനയും നോവും അറിയാത്ത മാന്യനായിരുന്നില്ലേ? നാട്ടുകാർ നിന്നെ വാഴ്ത്തിയും പുകഴ്ത്തിയും കൊണ്ടിരുന്നില്ലേ? നാട്ടുകാർ നിനക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചില്ലേ? നാട്ടുകാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലേ? നാട്ടുകാർ നിനക്ക് എല്ലാ നിലയ്ക്കും സ്വാഗതമോതുകയും നിനക്ക് പ്രണാമം അർപ്പിക്കുകയും ചെയ്തില്ലേ? അങ്ങനത്തെ മാന്യനല്ലേ? രുചിക്കടാ. ഇന്നക അൻതൽ അസീസുൽ കരീം. ഒരു വഴിയില്ല. അല്ലാഹ് കാക്കട്ടെ മക്കളെ.
എന്തിനായി കേവലം ദുനിയാവിൽ ചെറിയൊരു സുഖത്തിന് വേണ്ടി ഈ ഹറാമിന്റെ പിറകെ പോണത്? നാളെ അള്ളാഹു എന്ത് സത്യം, അതാ ഞാൻ ആദ്യം ഖുർആനെ പരിചയപ്പെടുത്തിയത്. പടച്ച തമ്പുരാന്റെ വാക്കായത്, അള്ളാന്റെ വാക്കായത്. മരിച്ചു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും ജീവിച്ചോ. നിങ്ങൾക്ക് അള്ളാഹു ഇനിയും ഒരു അവസരം കൂടെ തരുന്നു. നിങ്ങൾക്ക് തൗബ, നിങ്ങൾക്ക് ഇനി അവസരം തരുന്നു. തൗബ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മർവാൻ, അബ്ദുൽ മാലിക് ഇബ്നു മർവാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു കൊണ്ടുവരികയാ. അന്ന ശാബൻ ജാഅ ഇലൈഹി ഹസീനം ബാക്കിയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മഹാനവറുകളുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാ, ഇന്നിർതകബതു ദൻബൻ അളീമാ. മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീനെ, ഞാനൊരു കൊടും പാവം ചെയ്തു പോയി, ഞാനൊരു വൻപാവം ചെയ്തു പോയി. എനിക്ക് വല്ല പരിഹാരവുമുണ്ടോ? എനിക്ക് വല്ല മാർഗവുമുണ്ടോ? എനിക്ക് രക്ഷാകവാടമുണ്ടോ? എനിക്ക് തൗബയുടെ വഴിയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മഹാനവറുകളോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് പൊട്ടിപ്പൊട്ടിക്കരയുകയാ. അഖ്ബിർനീ അൻ ദൻബിക്. പറയൂ സഹോദരാ, നിന്റെ പാപം എന്താണ്? എന്റെ പാപം വലിയ പാപമാണ്, കൊടും അപരാധമാണ് ഞാൻ ചെയ്തത്. പറയൂ സഹോദരാ, ഫഇന്നല്ലാഹ യതൂബു അലൈക വയഖ്ബലു തൗബത വയഅഫൂ അനിസ്സിആത്. തീർച്ചയായും അല്ലാഹു പാപങ്ങൾ ഏറ്റെടുക്കുകയും പാപത്തിന് പരിഹാരം കാണുകയും ചെയ്യും. അതുകൊണ്ട് പറയൂ സഹോദരാ, നീ ചെയ്ത പാതകം എന്തെന്ന് പറയൂ സഹോദരാ. ഉടനെ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, കുന്തു അൻബുശുൽ ഖുബൂർ. ഞാൻ ഖബർ തോണ്ടുന്നവനായിരുന്നു. ധാരാളം ഖബറുകൾ തോണ്ടുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ, കുന്തു അറാജീബതൻ, ഒരുപാട് അജായിബ, ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫനബസ്തു ലൈലൻ ഖബറൻ, ഒരു ഖബർ ഒരു ദിവസം രാത്രി ഞാൻ തോണ്ടുമ്പോൾ ഹുവില വജ്ഹുഹു ഹുവില സാഹിബുൽ ഖബറി അൻ വജ്ഹി അനിൽ ഖിബ്ലതി വജ്ഹു അനിൽ ഖിബ്ലതി. അവന്റെ മുഖം ഖിബ്ലയിൽ നിന്ന് തെറ്റിച്ച നിലയിൽ അവന്റെ ഖബറിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഖബർമാന്തികൾ, ആ ഖബർമാന്തികൾ ഖബർമാന്തിയപ്പോ കണ്ട സംഭവങ്ങളായി പറയുന്നത് അബ്ദുൽ മാലിക് ഇബ്നു മർവാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അറിയിക്കുന്ന ഒരു കാര്യമാണിത്. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഖബർ തോണ്ടിയപ്പോ സാധാരണഗതിയിൽ നമ്മളൊരാളുടെ മയ്യത്ത് കൊണ്ട് ഖബറിൽ വെക്കുമ്പോ കിബിലയ്ക്ക് നേരെയല്ലേ വെക്കാറുള്ളത്, അല്ലേ? അതെന്തിനാ? അള്ളാഹുവിന്റെ കിബിലയുമായി ബന്ധപ്പെട്ട് അവനെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി. അവൻ സ്വർഗത്തിലേക്ക് എത്തണം. അവന്റെ മുഖം കിബിലയുമായി അള്ളാഹുമായി ബന്ധപ്പെട്ടിരിക്കണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ഖബർ മാന്തിയ സമയത്ത് ആ കിബിലയിൽ നിന്ന് തെറ്റിക്കപ്പെട്ട നിലയിൽ, മുഖം തെറ്റിക്കപ്പെട്ട നിലയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത് കണ്ടു. ഉടനെ അദ്ദേഹം അതിൽ നിന്ന് വിരണ്ടു ഓടുകയാ. വൈദൻ ഖായിലു യഖൂൽ, ഒരാൾ വിളിച്ചു പറയുകയാണ്, അലാ തസ്അൽ അനിൽ മയ്യിത്. നീ ഈ മയ്യത്തിനെ കുറിച്ച് ചോദിക്കാതെ എവിടെ പോവുകയാ? ഒരാൾ വിളിച്ചു പറയുന്ന ശരീരി. ഫസഅൽതു അൻ ദാലിക്, ഞാൻ ചോദിക്കുകയാണ് അതിനെ കുറിച്ച്. ഉടനെ ഞാൻ ചോദിച്ചപ്പോൾ ആരോ വിളിച്ചു പറയുന്നതായി കേട്ടു. ഇദ്ദേഹം നമസ്കാരത്തെ പരിഹസിക്കുകയും നമസ്കാരത്തെ കൃത്യസമയത്ത് നമസ്കരിക്കാതെ അതിൽ അലസത കാണിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് ഖബറിൽ ഖിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കാണാനുള്ള സൗഭാഗ്യമില്ല. ഇദ്ദേഹം നരകത്തിന്റെ ശിക്ഷയ്ക്ക് അടിമയാണ്. അല്ലാഹു കാക്കട്ടെ. നമ്മൾ തിരിച്ചു വെച്ചത് കൊണ്ട് കാര്യമാവൂല. മരിക്കുമ്പോൾ നമ്മൾ കിബിലക്ക് നേരെ തിരിച്ചു വെച്ച് തല ഇങ്ങോട്ട് തിരിയാതിരിക്കാൻ കുറച്ച് മണ്ണൊക്കെ എടുത്ത് കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് റെഡിയാക്കി വെക്കും. മലക്കുകൾ ഇത് വല്ലതും ഉണ്ടോ? മലക്കുകൾ വരുന്ന രൂപം കാണുമ്പോൾ ഇവനെല്ലാം ചാടിപ്പടച്ച് ചാടി എഴുന്നേക്കും. എല്ലാം കൂടെ ഇളക്കി മറിച്ച് JCB ഇളക്കി മറിക്കുന്ന പോലെ ഇളക്കി മറിച്ചുകൊണ്ടാ മുൻഗണന കയറി വരുന്നത്. അവരുടെ രണ്ടുപേരുടെ തേറ്റപ്പല്ലുകൾ കൊണ്ട് ഇളക്കി മറിച്ചുകൊണ്ടാണ് ഖബറിലേക്ക് ചോദ്യം ചോദിക്കാൻ വരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കിബില തെറ്റിയിരുന്നാല് പിന്നെ പറയണോ അവന്റെ കാര്യം? അതാണ്, അവനെയാണ് അബൂജഹലിന്റെ കൂട്ടത്തിലുള്ള കൊണ്ടിടുന്നത്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അവന്റെ രോമകൂമം പോലും ബാക്കിയാക്കൂല, മുഴുവനും കരിച്ചു കളയും, ചാമ്പലാക്കി കളയും. നമസ്കാരമില്ലാത്തവൻ. മറ്റു കൂട്ടരുണ്ട്, നമസ്കാരം ഉണ്ട് എന്നത് അംഗീകരിക്കും, പക്ഷെ വലം യുഅദ്ദുഹ, അവർ ആ നമസ്കാരത്തെ
പൂർത്തിയാക്കുകയില്ല, അതിനെ നിറവേറ്റുകയില്ല. നമസ്കാരമുണ്ട്, പക്ഷെ നമുക്ക് നമസ്കരിക്കാൻ സമയമില്ല. ഇവരെവിടെ പോകും? فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ഗയ്യ് എന്ന നരകത്തിലേക്ക് ഇവരെ അല്ലാഹു തള്ളിയിടും. വഹിയ ദർഖത്തും മിൻ നാരി ജഹന്നം, നരകത്തിന്റെ ഒരു കുണ്ടാണത്. ഹിയ അഹ്യബു മൗളിഇൻ തസ്തഗീസു الناس منها كل يوم كذا وكذا. ആ നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന്, ആ ആളിക്കത്തുന്ന തീയിൽ നിന്ന് ഓരോ ദിവസവും നരകവാസികൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കും. രക്ഷയില്ല. എന്താ ഇതിന് കാരണം? നമസ്കരിക്കാൻ പോകാത്തതിന്റെ കാരണം ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് അനുകൂലമായി ഇവ നിലപാടെടുത്തു പോയി. നമസ്കാരത്തിന്റെ സമയത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ടു, നമസ്കാരത്തിന്റെ സമയത്ത് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നു, നമസ്കാരത്തിന്റെ സമയത്ത് പന്ത് കളിച്ചുകൊണ്ടിരുന്നു, നമസ്കാരത്തിന്റെ സമയത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു, നമസ്കാരത്തിന്റെ സമയത്ത് സിനിമ സീരിയൽ കണ്ടുകൊണ്ടിരുന്നു, നമസ്കാരത്തിന്റെ സമയത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. ഇവർ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരാണ്, ഇവർ ദുനിയാവിന്റെ വ്യക്തികളാണ്. തന്റെ ശരീര ഇച്ഛയ്ക്ക് അടിമപ്പെട്ടവരാണ്. ഇവർക്കുള്ള ശിക്ഷയാണ് ഗയ്യ് എന്ന് പറയുന്ന നരകം. അല്ലാഹു കാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ നരകത്തിലേക്ക് മലകളെ കൊണ്ടുപോയാൽ പോലും അത് അപ്പോഴേ അതിലൂടെ കലർന്ന് ചേർന്നു പോകും, ഉരുകിപ്പോകും എന്ന് മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് എടുത്തുകൊണ്ട് നമ്മളെ അറിയിച്ചു തരികയാണ്. പക്ഷേ ഇവിടെ ഒരു ചാൻസ് ഈ ആയത്തിലൂടെ അല്ലാഹു നൽകുകയാണ്. ഒരു ചാൻസ് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ ഒരു ചാൻസ്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യദ്ഖുലൂന الجنة ولا يظلمون شيئا. ഇന്നലകളിൽ വരെ ടി.വി. കണ്ടുകൊണ്ടിരുന്നവരെ, ഇന്നലകളിൽ വരെ കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഇന്നലകളിൽ വരെ കളിച്ചും ചിരിച്ചും തന്റെ ശരീര ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊണ്ട് കഴിഞ്ഞവരെ, അതിന് അടിമപ്പെട്ടവരെ, നിങ്ങൾ ദുഃഖിക്കണ്ട, പ്രയാസപ്പെട.